ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവജന പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. യോഹന്നാന്റെ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 68ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നത്. 2025 മെയ് മാസം 12-ാം തീയതി നാം ഒന്നിച്ച് ദൈവസേനയിൽ ഈ തിരുവചന പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച് നിർത്തിയിരുന്ന വിഷയത്തിന്റെ തുടർ പഠനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ക്രൂശിലായിരിക്കുന്ന യേശു ക്രൂശിൽ കിടന്ന് മൊഴിഞ്ഞ 7 തിരുമൊഴികളെ കുറിച്ചാണ് നാം സവിസ്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത് കർത്താവ് പിതാവാം ദൈവത്തോട് അവർ ചെയ്യുന്നത് അറിയാകിയാൽ അവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥിച്ചാണ് ഒന്നാമത്തെ പ്രാർത്ഥന. അവനെ ക്രൂശിച്ച സമയത്ത് അവൻ പ്രാർത്ഥിച്ചതാണ്. രണ്ടാമതവൻ പറഞ്ഞത് പറുദീസിൽ നിന്നോട് കൂടി ഇരിക്കുമെന്ന്. കർത്താവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടവർ മാനസാന്തരപ്പെട്ട് ദൈവകൃപയുടെ ആഴം മനസ്സിലാക്കി വരുവാനുള്ള രാജാവായിരിക്കുന്ന നിത്യരാജാവായിരിക്കുന്ന യേശുവിനെ ആത്മാവിൽ അവനെ തിരിച്ചറിഞ്ഞ് യേശുവിനോട് അവൻ അപേക്ഷിച്ച് നീ വരുമ്പോൾ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണം എന്ന് പറയാട്ടിടയാത്തുന്നു. പരിഹാസങ്ങളുടെയും നിന്നയുടെയും വേദനയുടെയും മധ്യത്തിൽ യേശുവിനെ അംഗീകരിച്ച ക്രൂശിൽ അംഗീകരിച്ച പ്രിയപ്പെട്ടവനെ കർത്താവ് അവന് ദൈവം കൊടുത്ത ഏറ്റവും ശ്രേഷ്ഠമേറിയ പദവി പർദീസയിലേക്കുള്ള പ്രവേശനം അവൻ നേരിട്ട് ലഭിച്ചു. അതുവരെയുള്ള വിശുദ്ധന്മാരെല്ലാം മരണാനന്തരം മീതെയുള്ള പാതാളത്തിലേക്കാണ് പ്രവേശിച്ചിരുന്നെങ്കിൽ, ഭൂമിയുടെ അധോഭാഗത്തേക്കാണ് പോയിരുന്നെങ്കിൽ, ഭൂമിയിൽ ആദ്യമായിട്ട് പർദീസയിലേക്ക് പ്രവേശിപ്പാൻ നേരിട്ടുള്ള പ്രവേശനം ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട വ്യക്തി എന്നാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയാത്തിരുന്നത്. മൂന്നാമതായി യേശു മൊഴിഞ്ഞത് തൻ്റെ മാതാവിനെ നോക്കിക്കൊണ്ട് സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ട്, സ്ത്രീയെ നാം അഭിസംബോധന ചെയ്യുന്നത് അത് വലിയ ആത്മീയ അർത്ഥത്തിലാണെന്നുള്ളത് നാം ചിന്തിപ്പാനിടയാത്തത്. യേശു തൻ്റെ മാതാവിനെ അമ്മ എന്ന് വിളിക്കാതെ സ്ത്രീയെ എന്ന് വിളിച്ചത് അതിൻ്റെ കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരുന്ന സ്ത്രീയുടെ സന്തതി സാത്താന്റെ തലയെ, സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന വചനം അത് അക്ഷരാർത്ഥത്തിൽ നിറവേറപ്പെടുന്നത് കൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീയാണ് യേശുവിൻ്റെ അമ്മ മറിയ എന്നുള്ള ബന്ധത്തിലാണ് സ്ത്രീ എന്നുള്ള ഒരു ഭാഗ്യ പദവിയോടുള്ള ബന്ധത്തിൽ തൻ്റെ മാതാവിനെ ബഹുമാന പുരസ്സരം യേശു വിളിച്ചിരുന്നത്. അല്ലാതെ ഒരിക്കലും ബഹുമാനം ഇല്ലാതെയല്ല. പഴയ നിയമത്തിൽ മനുഷ്യന്റെ വംശപരമ്പര ഉൽപാദിതമാകുന്നതിന് മുമ്പായി പറഞ്ഞിരുന്ന സ്ത്രീയാണ് യേശുവിൻ്റെ അമ്മ മറിയ. അതുകൊണ്ടാണ് സ്ത്രീയെ എന്ന യേശു തൻ്റെ മാതാവിനെ അഭിസംബോധന ചെയ്തത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരുന്ന സ്ത്രീയും അവളുടെ സന്തതിയായി ആണ് ക്രിസ്തു എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് യേശു സർപ്പത്തിന്റെ പഴയ പാമ്പായിരിക്കുന്ന സാത്താന്റെ തലയെ തകർത്തെന്നുള്ളത്? അവൻ ക്രൂശിതനായി കിടക്കുമ്പോൾ ആ ക്രൂശിതനായി കിടന്നുകൊണ്ട് താൻ യുദ്ധം ചെയ്ത് സാത്താന്റെ ആയുധങ്ങൾ ഒന്നൊന്നായി അടിയറപ്പിക്കുമ്പോൾ അവിടെ അവന്റെ അമ്മയോടുള്ള ബന്ധത്തിൽ അവന്റെ കടപ്പാട് നിവൃത്തിയിരിക്കുകയാണ്. അവളെ തൻ്റെ സ്നേഹിതനായ താൻ വളരെ സ്നേഹിച്ചിരുന്ന യോഹന്നാൻ എന്ന അരുമശിഷ്യന്റെ കയ്യിലേക്ക് അവളെ ഏൽപ്പിച്ചു. അത് ചുരുക്ക സമയത്തേക്ക് വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ അതിൻ്റെ യേശുവിനെ ക്രൂശിക്കപ്പെട്ടു കഴിഞ്ഞ അപമാനിതനായി രാജദ്രോഹ കുറ്റം ചുമത്തി കുറ്റം ചുമത്തി തള്ളപ്പെട്ടവനായി അവനെ നിസ്സാരവൽക്കരിച്ച് അപമാനിതനായി ക്രൂശിക്കപ്പെട്ടവന്റെ മാതാവെന്ന് പറയുമ്പോൾ അവൾ വളരെയധികം നിന്ന സഹിക്കേണ്ടി വരും, പ്രയാസം ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് അത്തരം സന്ദർഭത്തിൽ അവൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് യേശു തൻ്റെ മാതാവിനെ യോഹന്നാൻ എന്ന തൻ്റെ ശിഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റതോടുകൂടി പിന്നീട് ഒരിക്കലും യേശുവിൻ്റെ അമ്മ മറിയയ്ക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ആ ചുരുങ്ങിയ സമയം യേശു മരിച്ച് അവൻ കല്ലറയിൽ വെച്ച് പുനരുത്ഥാനം പ്രാപിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നവരെയുള്ള ചുരുക്കം സമയമാണ് യേശു തൻ്റെ മാതാവിനെ ശിഷ്യനായിരിക്കുന്ന യോഹന്നാന്റെ അടുക്കൽ പരമേൽപ്പിച്ചത്. കാരണം അവളെ ആശ്വസിപ്പിച്ച് നിർത്തുവാൻ വേണ്ടി ഉള്ള കരുതലാണ് കർത്താവ് ക്രൂശിന്മേൽ ചെയ്തത് നമുക്ക് കാണിച്ചു തന്നത്. നാലാമതായിട്ടുള്ള യേശു മൊഴിഞ്ഞ വാക്യത്തെ കുറിച്ചാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മത്തായി സുവിശേഷം 27-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. മത്തായി സുവിശേഷം അതിന്റെ 27-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ സബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു.
എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. ഇവിടെ 6-ാം മണി നേരം എന്ന് പറയുമ്പോൾ 12 മണിയാണ്. യഹൂദന്റെ കണക്കനുസരിച്ച് രാവിലെ 6 മണി, നമ്മുടെ രാവിലെ 6 മണിയാകുമ്പോൾ അവരുടെ പകൽ സമയം ആരംഭിക്കുന്നു. അത് നമ്മുടെ 12 മണി ആകുമ്പോൾ അവർക്ക് 6-ാം മണി നേരമാണ്. 9-ാം മണി നേരം എന്ന് പറയുമ്പോൾ അത് 3 മണി, നമ്മുടെ 3 PM ആണ് 9-ാം മണി നേരം. 9-ാം മണി നേരം. അപ്പോൾ ഉച്ചയ്ക്ക് അവനെ 3-ാം മണി നേരത്തെ അവനെ ക്രൂശിച്ചു, 9-ാം മണി നേരത്തെ ക്രൂശിച്ചു. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തിലായിട്ടുണ്ടായി. ഏകദേശം 6 മണിക്കൂറാണ് യേശു ക്രൂശിൽ കിടന്ന് വേദന അനുഭവിച്ചത്. അവനെ ക്രൂശ് ശേഷമായി 6 മണിക്കൂറാണ് യേശു ക്രൂശിൽ കിടന്ന് വേദന, അവൻ മരിക്കുന്നവരെ വരെ. ഇപ്പൊ ക്രൂശിച്ച മുതൽ യേശു മരിക്കുന്നവരെയുള്ള സമയം, ക്രൂശിലെ സമയം 6 മണിക്കൂറായിരുന്നു. 3-ാം മണി നേരത്താണ്, അഥവാ 9-ാം മണി നേരത്തെ അവനെ ക്രൂശിക്കുന്നു. നമ്മുടെ 12-ാം മണി സമയമാകുന്ന ആ സമയത്ത് ദേശത്ത് ഇരുട്ടുണ്ടാകുന്നു. 9-ാം മണി നേരത്താണ് യേശു അവസാനമായി തൻ്റെ വാക്കുകളെല്ലാം ഉരുവിട്ടുകൊണ്ട് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഫലമേൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 6 മണിക്കൂർ നേരമാണ് യേശു ക്രൂശിതനായി വേദന അനുഭവിച്ച് ക്രൂശിൽ കിടന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ ഫലത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദേശത്തെല്ലാം യേശു ഏലി ഏലി ലമ്മ ശബത്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിച്ചത് മുമ്പിൽ വരാൻ പോകുന്ന ആ പ്രതിസന്ധികളെയും ത്യാഗത്തെയും ത്യജിക്കലിനെയും നിന്നെയും പരിഹാസമെല്ലാം കർത്താവ് മുൻപേ കണ്ടിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലൊന്ന് നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിപ്പാനിടയാത്തത്. കാരണം അത് കണ്ടുകൊണ്ട് താൻ ഒരിക്കലും മനുഷ്യനായി ആ വിഷയം ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന്റെ സമയത്തും ദൈവത്തിന്റെ ഗതത്തിനും ഒത്തവണ്ണം അത് അനുഭവിപ്പാൻ, അത് വഹിപ്പാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് യേശു പ്രാർത്ഥിപ്പാനിടയാത്തുന്നത്. പിതാവിന്റെ കൃത്യമായ സമയം തൻ്റെ മേലുണ്ടാകണം. കാരണം താൻ കൈവിടപ്പെട്ടു പോകാൻ പോകുകയാണ്. അപ്പോൾ അത് സംഭവിക്കുന്നത് അവന് അറിയാമായിരുന്നു. പിതാവ് തൻ്റെ മുഖം മറച്ചു കളയും എന്നുള്ളത് നന്നായി യേശുവിന് അറിയാമായിരുന്നു. അതിന്റെ സമയമായെങ്കിൽ, അത് തിരിഗതമാണെങ്കിൽ അത് നിറവേറപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് യേശു പ്രാർത്ഥിച്ച് ദൈവത്തിന് ഹിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി വന്ന് ദോഷികളായിരിക്കുന്ന പാപികളായിരിക്കുന്നവരുടെ കരങ്ങളിൽ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. യേശു സ്വയമായിട്ട് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കാരണം മനുഷ്യവംശത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു മരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയവും നിർണയമായതുകൊണ്ട് അത് അപ്രകാരം നിവൃത്തിയിരിക്കപ്പെടുവാൻ വേണ്ടി യേശു ഏൽപ്പിച്ചു കൊടുത്തു. യഹൂദന്മാർ വിചാരിച്ചത് യേശു അങ്ങനെ കീഴ്പ്പെടുമെന്നല്ല. അതുകൊണ്ടാണ് അവർ സഹസ്രാധിപന്മാരുടെ വലിയൊരു പട്ടാള സംഘത്തെ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് സേവകരും എല്ലാം കൂടി വലിയൊരു ജനസമൂഹം വന്ന് യേശുവിനെ പിടിക്കാൻ വന്നത്. യേശു ഏതെങ്കിലും വിധത്തിൽ അവൻ രക്ഷപ്പെടും, അതുകൊണ്ട് ഒരു പഴുതും രക്ഷപ്പെടാനുണ്ടാകാതെ എല്ലാ പഴുതുകളും അടച്ച് വലിയ ഒരു സന്നാഹത്തോടെയാണ് വന്നെങ്കിൽ യേശുവിനെ പിടിക്കുവാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം യേശു സ്വയം അർപ്പതനായി അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. തനിക്ക് സംഭവിക്കാനുള്ളത് ഇന്നതെന്ന് അറിഞ്ഞുകൊണ്ട് യേശു സ്വയമായിട്ട് അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ യേശു വിധിക്കപ്പെട്ട് മരണശിക്ഷയ്ക്കായി അവനെ ക്രൂശിന്മേൽ ക്രൂശിച്ച സമയത്തും യേശു നിവൃത്തിയിരിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നും നിവൃത്തിയിരിക്കപ്പെടുവാൻ വേണ്ടി, എന്തെല്ലാം അവനെക്കുറിച്ച് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നു ആ വിഷയങ്ങളെല്ലാം ഓരോന്നായി നിവൃത്തിയിരിക്കപ്പെടുവാൻ വേണ്ടി എല്ലാം ഒന്നൊന്നായി അവൻ വിളിച്ചു പറയുന്ന സന്ദർഭങ്ങളാണ് ക്രൂശിലെ മൊഴികൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാം അധ്യായത്തിലെ പ്രവചനമാണ്. ദാവീദ് ആ പ്രവചനം എഴുതുമ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരുന്ന വിഷയം അത് പൂർത്തീകരിക്കപ്പെടണമെന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നു. അപ്പോൾ സങ്കീർത്തനം 22-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തന ഭാഗമാണ്. ഈ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടുള്ള സങ്കീർത്തനങ്ങളാണ്. അതിന്റെ ആഴവും പരപ്പും വലുതാണ്. അതേക്കുറിച്ച് നമ്മൾ നിരവധി പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടെന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതുണ്ട്, എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതുണ്ട്. അത് കർത്താവ് പറഞ്ഞില്ല. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ. സങ്കീർത്തനം 22-ന്റെ 1-ാമത്തെ വാക്യം മുഴുവനും യേശുവിടെ ഉദ്ധരിച്ചിരുന്നെങ്കിൽ പിതാവാൻ ദൈവം ആ പ്രാർത്ഥന കേൾക്കേണ്ടി വരും. തൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാൻ കഴിയത്തില്ല. കർത്താവ് അതുകൊണ്ടാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ
കൈവിട്ടത് എന്ത് എന്ന് മാത്രം അവിടെ പറയാനിടയാത്തുന്നത്. അപ്പോൾ അത് മുഴുവനും യേശു പറഞ്ഞില്ല. എന്നാൽ ദാവീദ് തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലും മെസ്സിയെ കണ്ടുകൊണ്ടും എഴുതുമ്പോൾ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്, എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്ത് എന്നുള്ളത് മുഴുവനും ആ സമയത്ത് യേശുവോട് ഉദ്ധരിച്ചില്ല. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. അത്ര മാത്രമേ യേശു പറഞ്ഞുള്ളൂ. മുഴുവൻ സംസാരിച്ചില്ല. നീ എന്നെ കൈവിട്ടതുകൊണ്ട് എന്നെ രക്ഷിക്കാതെയും എന്നെ രക്ഷിക്കാൻ്റെ ഞെരുക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തെന്ന് യേശു അവിടെ സംസാരിച്ചില്ല. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, സംസാരിക്കേണ്ടത് വണ്ണം സംസാരിക്കുവാനുള്ള എല്ലാ ദൈവിക തികവോടുമാണ് ക്രിസ്തു സംസാരിച്ചത്. നീ എന്താണ് അകന്നു നിൽക്കുന്നത് ചോദിച്ചില്ല. നീ എന്താണ് എന്നെ രക്ഷിക്കാതെ ചോദിച്ചില്ല. അങ്ങനെ യേശുവിനെ രക്ഷിച്ചിരുന്നെങ്കിൽ അവിടെ ദൗത്യം മനുഷ്യന്റെ രക്ഷ പൂർത്തീകരിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് 21-ാം സംഗീതത്തിൽ 1-ാം വാക്യം മുഴുവനും സംസാരിക്കാതെ ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞുള്ളൂ. കാരണം യേശു കൈവിടപ്പെട്ട് പിതാവാൻ ദൈവം തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചെന്നെങ്കിൽ മാത്രമേ നാം ആദരിക്കപ്പെടുകയുണ്ടായിരുന്നുള്ളൂ, നാം ചേർക്കപ്പെടുകയുണ്ടായിരുന്നുള്ളൂ. നമ്മെ ചേർക്കുവാൻ വേണ്ടിയാണ് യേശു തകർക്കപ്പെടുവാൻ ഇടയാത്തുന്നത്, അവൻ കൈവിടപ്പെടുവാൻ ഇടയാത്തുന്നത്. അതുകൊണ്ടാണ് അത് ആ സങ്കീർത്തനത്തെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ ദൈവമേ നീ കൈവിട്ടത് എന്തെന്നർത്ഥം. ഇതൊരു ചോദ്യമാണ്. നീ എന്തിനാണ് എന്നെ കൈവിട്ടത്? രാത്രിയിൽ ഈ ചോദ്യം മനുഷ്യവംശത്തിനോടുള്ള ഒരു ചോദ്യമാണ്. എന്തിനാണ് തൻ്റെ പുത്രനെ സ്വർഗത്തിലെ ദൈവം കൈവിട്ടത് എന്നുള്ളത് നാം അറിയണമെങ്കിൽ റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരണം. റോമർക്കെഴുതിയ ലേഖനത്തിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത് എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റോമർക്കെഴുതിയ 8-ാം അധ്യായം അതിൻ്റെ 13 അതിൻ്റെ 31 മുതലുള്ള വാക്യങ്ങൾ ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അപ്പോൾ നമുക്ക് സകലവും നഷ്ടപ്പെട്ടു പോയവരായിരുന്നു, എല്ലാം കൈവിടപ്പെട്ടു പോയവരായിരുന്നു. അതാണ്, നാം കൈവിടപ്പെട്ടു പോയവരായിരുന്നു, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയവരായിരുന്നു, പാപമുഖാന്തരം ശത്രുവിന്റെ കയ്യിൽ പെട്ടുപോയവരായിരുന്നു. സ്വന്തം ഉടമസ്ഥനായിരിക്കുന്ന ആളുകളുടെ ഉടയവനായിരിക്കുന്ന സൃഷ്ടിതാവാം ആത്മാക്കളുടെ ഉടയവനായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് കൈവിടപ്പെട്ടു പോയ മനുഷ്യവംശത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നീ എന്നെ കൈവിട്ടതെന്ന് പറയുമ്പോൾ മനുഷ്യവംശം മുഴുവൻ കൈവിടപ്പെട്ടവരായിരുന്നു. അപ്പോൾ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നത്, അവനെ മരണത്തിന് ഏൽപ്പിച്ച് കൊടുത്തത് നമ്മെ വിടുവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്താണ് കൈവിട്ടതെന്ന ചോദ്യം അത് യേശുവിനറിയാം, പിതാവിനറിയാം, പരിശുദ്ധാത്മാവിനറിയാം. എന്നാൽ അനേകർക്കിന്നും ഈ ചോദ്യത്തിന്റെ ഉത്തരമറിയത്തില്ല. എന്തിനാണ് യേശു കാൽവറിയിൽ യാഗമാറ്റത്, എന്തിനാണ് പിതാവാൻ ദൈവനെ കൈവിട്ടതെന്ന് ഇന്ന് രാത്രി ആരെങ്കിലും ഇത് അറിയത്തില്ലെങ്കിൽ ഇതിന്റെ സന്ദേശം അത് നിങ്ങളോടുള്ള സന്ദേശമാണ്. ക്രിസ്തുവിനെ ദൈവം കാൽവറിയിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ കൈവിട്ടത് എനിക്ക് വേണ്ടിയാണ് എന്ന് വിശ്വാസമുള്ളവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവനെ കൈവിട്ടത്, സ്വന്തം പുത്രനെ ആദരിക്കാതിരുന്നത്, നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നത്, അവനോടുകൂടെ സകലവും നമുക്ക് നൽകാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം മടക്കി തരുവാൻ യേശുവിന് കഴിയും. രാത്രിയിൽ ഏതെങ്കിലും വിഷയങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിടപ്പെട്ടു പോയെങ്കിൽ, അത് നമുക്ക് പ്രാപ്യമല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന കർത്താവിൽ നാം വിശ്വസിക്കുന്നതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അത് ഈ ചോദ്യം രണ്ട് ചോദ്യമാണ്. ഒന്ന്, പിതാവാൻ ദൈവം തന്റെ പുത്രനെ എന്തുകൊണ്ട് കൈവിട്ടു എന്ന് പറയുമ്പോൾ അത് അവനോടുകൂടെ പുത്രനോടുകൂടെ സകലവും നമുക്ക് നൽകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് വാസ്തവത്തിൽ യേശുക്രിസ്തുവിനെ സ്വന്തം പുത്രനെ ആദരിക്കാതെ പിതാവാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് അല്ലെങ്കിൽ കൈവിട്ടത് അവനോടുകൂടെ എന്ന് പറഞ്ഞതിന് ശേഷമായി യേശു എന്നേക്കുമായി തരസ്കരിക്കപ്പെടുകയല്ല ചെയ്തത്. ആ മരണം വഹിക്കുന്ന സമയം വരെയുള്ള തള്ളപ്പെടലും ഒറ്റപ്പെടലും മാത്രമേ പിതാവിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനുശേഷമായി
പിതാവിന്റെ കയ്യിലേക്കാണ് തന്റെ പ്രാണൻ ഏൽപ്പിച്ചു കൊടുത്തത്. ആ ചുരുക്കം സമയം മാത്രം. ആ ഗത്സമന മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പിതാവാം ദൈവം തന്റെ മുഖം മറച്ച് മറച്ച് വരികയാണ്, സൂര്യൻ അസ്തമിക്കുന്നത് പോലെ. പിതാവാം ദൈവം തന്റെ പുത്രനെ മറച്ച് മറച്ച് കാൽവറിയിൽ ഏകദേശം ആ 3 മണി നേരം അഥവാ 9 മണി നേരമായപ്പോൾ, നമ്മുടെ 3 മണി സമയമായപ്പോൾ ഈ സംഭവിക്കുന്നത്. ആ സമയത്ത് അവൻ പറയുകയാണ്, എന്നെ കൈവിട്ടത് എന്ത്? അപ്പോൾ എന്തിനാണ് കൈവിട്ടത് എന്തെന്ന് അതൊരു ചോദ്യമാണെങ്കിൽ, എന്തിനാണ് യേശുവിനെ രക്ഷിക്കാതിരുന്നത്? അവരെല്ലാം പറഞ്ഞു, നീ ഇറങ്ങി വാ എന്ന് പറയുമ്പോൾ സാത്താന്റെ ഒരു ആക്രോശം, അവന്റെ ഒരു അടവാണ്. എന്ന് പറഞ്ഞാൽ യേശുവാണെങ്കിൽ ഇറങ്ങി വരട്ടെ, കഴിവുണ്ടെങ്കിൽ ഇറങ്ങി വരട്ടെ. അങ്ങനെയാണെങ്കിൽ യേശു പാപത്തിന് പരിഹാരമായി യാഗമായി തീരത്തില്ല എന്നുള്ളതും അവൻ അറിയാമായിരുന്നു. കാരണം ക്രിസ്തു ക്രൂശിതനാകുമെന്നുള്ളതും അവൻ യേശു മുഖാന്തരം വിടുതലിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഈ സാത്താൻ അറിയാം. അതുകൊണ്ടാണ് യേശുവായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ അവനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്നുള്ളത് കൊരിന്ത്യർ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം മനുഷ്യവംശത്തിൽ ഒരിക്കലും രക്ഷ ഉണ്ടാകരുതെന്നുള്ള സാത്താന്റെ പദ്ധതിയായിരുന്നെങ്കിൽ അവൻ അറിയാതെ, അവന് ഒരു കാര്യങ്ങളും മനസ്സിലാകാത്ത വണ്ണം യേശു ക്രൂശിതനായി തീർന്നത് അത് ദൈവത്തിന്റെ സ്വർഗീയ പദ്ധതി ആയതുകൊണ്ടാണ്. നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? എന്തിനാ കൈവിട്ടതെന്ന ചോദ്യം ഇവിടെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നു. റോമർ 8 അധ്യായം അതിന്റെ 12 വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവരോട് കൂടെ സകലവും നമുക്ക് നൽകേണ്ടതിന് വേണ്ടി. അപ്പോൾ യേശുവിനെ കാൽവരിയിൽ പിതാവാം ദൈവം കൈവിട്ടത് നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനെ സകലവും നമുക്ക് മടക്കി നൽകാൻ വേണ്ടിയായിരുന്നു. നാം ജീവൻ നഷ്ടപ്പെട്ടവരായിരുന്നു, നിത്യജീവന് ഓഹരിക്കാരായിരുന്നില്ല. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരായിരുന്നു, ഗന്ധകത്തിൽ നിന്ന് തീപ്പൊയ്യിൽ കോകരിക്കാരായിരുന്നു, പാപത്തിന് അടിമപ്പെട്ടവരായി പാപത്തിൽ ആയിത്തീർന്ന നാം ഗന്ധകത്തിൽ നിന്ന് തീപ്പൊയ് കോകരിക്കാരായി തീരേണ്ടവരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമ്മെ നിത്യജീവൻ നമുക്ക് മടക്കി നൽകുവാൻ ദൈവം സഹായിച്ചു. അത് മാത്രമല്ല, ശ്രേഷ്ഠകരമായ പദവി അവനോടുകൂടെ സകലവും നമുക്ക് നൽകും. ഇതൊക്കെയാണ് ക്രിസ്തു മുഖാന്തരം നൽകുന്നുള്ളത് എണ്ണിയാൽ തീരത്തില്ല പ്രിയപ്പെട്ടവരെ. കാരണം ക്രിസ്തുവുമായി ലഭിക്കുന്നത് നിത്യമായിട്ടുള്ളതാണ്. ഇവിടെയുള്ള ഏത് ബന്ധങ്ങളും അത് താൽക്കാലികങ്ങളാണ്. ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ആയി ജീവിതം തുടങ്ങുമ്പോൾ ഭർത്താവിനുള്ളതെല്ലാം ഭാര്യയ്ക്കുള്ളതാണെങ്കിൽ നമുക്കറിയാലോ, രണ്ടുപേരുടെയും ജീവിതം ഈ ലോകത്തിൽ തീരുമ്പോൾ അതോടുകൂടി അതെല്ലാം അസ്തമിച്ച് തീർന്നു പോകും. എന്നാൽ ഒരിക്കലും തീരാത്ത, എല്ലായ്പ്പോഴും എല്ലാം ലഭിക്കുന്ന നിത്യതയുടെ ഒരു ബന്ധമാണ് ക്രിസ്തുവും സഭയുമായിട്ടുള്ളത്, വിശുദ്ധന്മാരുമായിട്ടുള്ളത്. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ലഭിക്കുന്നത് അത് തീർന്നു പോകുന്നതല്ല, മൺമറയപ്പെട്ടു പോകുന്നതല്ല, ഓർമ്മയ്ക്കുള്ളിലേക്ക് പോകുന്നതല്ല. യാഥാർത്ഥ്യം നാം എന്ന് ഓർത്ത് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ അത് നിവൃത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് ഒരിക്കലും പിന്നീട് വിസ്മരിക്കപ്പെടുവാനുള്ളതല്ല, എന്നേക്കുമുള്ള നിത്യതയ്ക്കുള്ളതാണ്. അതുകൊണ്ട് രാത്രിയിൽ പറയണം, യേശുവിനെ കൈവിട്ടത്, അവനെ തള്ളിക്കളഞ്ഞത് നമ്മെ ചേർക്കുവാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് സകലവും ലഭിക്കാൻ വേണ്ടിയാ. ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, മാസങ്ങൾ നഷ്ടപ്പെട്ടു, വർഷങ്ങൾ നഷ്ടപ്പെട്ടു, ഞാൻ പ്രതിസന്ധിയിലാണ്, ഭാരത്തിലാണെന്നൊക്കെ നാം പലപ്പോഴും ചിന്തിക്കും. ഇത്രയും വർഷമൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ വരും. ഇന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ ചിന്തിക്കുമ്പോൾ രാത്രിയിൽ പറയുക, അതെ, ദൈവത്തോടു കൂടി എനിക്ക് സകലവും നൽകുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത് അവനോടുകൂടി എനിക്ക് സകലവും നിത്യത നൽകാൻ വേണ്ടിയാ. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം റോമർ ലേഖനം 8 അധ്യായം അതിന്റെ 32 വാക്യമാണ്, അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം ചോദിക്കുക, നൽകാതിരിക്കുമോ? അപ്പോൾ യേശു ചോദിച്ചത് എന്നെ കൈവിട്ടതെന്തെന്നാണ്. അപ്പോൾ പൗലോസ് ആ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ് അവനെ കൈവിട്ടതെന്നുള്ള ചോദ്യം ആയിരുന്നെങ്കിൽ അവൻ അറിയാമായിരുന്നു, അവൻ മുഖാന്തരമായി നിരവധി അനേക കോടികൾ കർത്താവിന്റെ വചനം കേട്ട് ഈ ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരും, അവനാൽ ലഭിക്കുന്ന സകലവും പ്രാപിപ്പാൻ യോഗ്യരാക്കി തീർക്കുമെന്നുള്ളത് ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ 4ാമത്തെ മൊഴിയായിരിക്കുന്നത്, എന്തിനാണ് പിതാവേ എന്നെ കൈവിട്ടതെന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം ഒരു ചോദ്യമായിരുന്നെങ്കിൽ അതിന് ഉത്തരമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്, യേശുവിനെ കൈവിട്ടത് കൊണ്ട്, അവനെ പിതാവാൻ ദൈവം ആദരിക്കാതെ മുഖം മറച്ചത് കൊണ്ട്, ദൈവകൃപയാൽ എന്നെയും ഞങ്ങളെ കർത്താവ് ആദരിക്കുവാൻ മാനിക്കുവാൻ ഇടയായിത്തീർന്നു. അവനോട് കൂടെ നമുക്ക് സകലവും ലഭിക്കുമെന്നുള്ള വലിയ പ്രത്യാശ എല്ലാ ദിവസവും നമ്മുടെ ഹൃദയത്തിലുണ്ട്. അത് ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന
സ്വർഗീയ പ്രത്യാശയെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് വർദ്ധിച്ചെങ്കിൽ മാത്രമേ ആത്മീയ വർധന ഉണ്ടാകുകയുള്ളൂ. ഭൗതിക ഞെരുക്കങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കാതെ ദിവസങ്ങളിൽ ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന ആത്മീയ നന്മകളെ കുറിച്ചുള്ള, അവൻ വരുന്നതിനെ കുറിച്ചും യേശു വരുന്നതിനെ കുറിച്ചും യേശു വരുമ്പോൾ നാം എടുക്കപ്പെടുന്നതിനെ കുറിച്ചും പിന്നീടുള്ള സ്വർഗത്തിലെ ജീവിതത്തെക്കുറിച്ചും അവനോടുകൂടെ വിവാഹം, കർത്താവിന്റെ രാജ്യത്വം അവൻ ഏറ്റെടുക്കുന്നതിന് അവന്റെ സ്വർഗീയ വിവാഹം, ഭൂമിയിലേക്ക് കടന്നു വന്ന വിവാഹ സദ്യ, പിന്നീടുള്ള ഭൂമിയിലെ വാസം, 1000 ആണ്ട് വാഴ്ച, നിത്യയുഗം, ഇതൊക്കെ ദൈവത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി ധ്യാനിക്കുന്നത് അവനോടുകൂടെ നമുക്ക് സകലം ലഭിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് എപ്പോഴും ആത്മീയമായിട്ട് പ്രചോദനം നൽകുവാൻ ഇടയെത്തരും. അങ്ങനെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് കഴിഞ്ഞാൽ പുറത്തെ മനുഷ്യൻ ക്ഷീണമൊക്കെ മാറും. അകത്തെ മനുഷ്യൻ ബലമുള്ളതാണെങ്കിൽ, നമ്മെ നയിക്കുന്നത് പ്രത്യാശയാണെങ്കിൽ, നമ്മുടെ മേൽ നിരാശയോടെ ചിന്തകൾ വരത്തില്ല. എന്നാൽ അകത്തത് ഇല്ലാതായി പോകുമ്പോഴാണ് അത് നമ്മുടെ അകത്തെ ഉള്ളിൽ നാം ഭാരങ്ങൾ ഞെരുക്കപ്പെട്ട് വല്ലാതെ ഞെരുങ്ങി പോകുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ക്ഷീണിതനായിത്തീരും. അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. പ്രത്യാശ ഉളവാക്കണം. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ യേശുക്രിസ്തു നിരാശയോടെ ചോദ്യമല്ല ചോദിച്ചത്. കർത്താവേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറയുമ്പോൾ ആ കൈവിട്ടത് തന്റെ സ്വന്തം കരം കൊണ്ട് മെനഞ്ഞ മനുഷ്യവർഗത്തെ ചേർക്കുവാൻ വേണ്ടിയാണ്. പിതാവാം ദൈവം തന്റെ പുത്രനെ കൈവിട്ടതെന്ന് അവനറിയാമായിരുന്നു. അത് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയാണ് ക്രൂശിൽ കിടന്ന് അവൻ ഇപ്രകാരം പറഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. യേശുവിന്റെ ആ വാക്കുകൾ ദൈവത്തിന്റെ സ്വന്തം സദൃശ്യത്തിൽ അവന്റെ കരം കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ അവന്റെ കരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി, അവനെല്ലാം നൽകുവാൻ വേണ്ടി, എന്താണോ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് ആലോചിച്ചത് അത് മുഴുവൻ നൽകുവാൻ വേണ്ടിയാണ് അത്രമാത്രം കഠിനമേറിയ ശിക്ഷ തന്റെ പുത്രനെ ത്യജിച്ചുകൊണ്ട് അത് അവന്റെ മേൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തത്. ആ വലിയ ധനത്തിന്റെ അവകാശികൾ അവിടെ എത്തിച്ചേരുവാൻ വേണ്ടിയാ. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം, അതാണ് ദൈവസ്നേഹം. അതുകൊണ്ട് ദിവസങ്ങളിൽ പരിഭവങ്ങളും പരാതികളും നിരാശകളും മറന്ന് ദൈവത്തെ സ്തുതിക്കണം, സന്തോഷിക്കണം, സ്തോത്രം ചെയ്യണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്നതെല്ലാം എത്ര ശ്രേഷ്ഠകരമാണ്. അതുകൊണ്ട് അത് പ്രാപിച്ചെടുക്കുവാനുള്ള ഒരാത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ടവരായിരിക്കണം ഈ ദൈവജന പഠനം മുഖാന്തരമായിട്ട്. നമ്മുടെ ദൈവജന പഠനം അത് മുഖാന്തരമായി നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം, ബലപ്പെടണം. നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കരുതൽ, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴം തിരിച്ചറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. അതുകൊണ്ട് നിരാശകളൊക്കെ വെടിഞ്ഞാട്ട്, എല്ലാ ക്ഷീണങ്ങളും മാറിയാട്ട്, രാത്രി പറഞ്ഞാട്ട്, അതെ നമുക്ക് ഒരുമിച്ച് പറയാം, തന്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത് അവനോടുകൂടെ എനിക്ക് സകലം നൽകാൻ വേണ്ടിയാ. അതുകൊണ്ട് ആ ശ്രേഷ്ഠകരമായ പദവി സ്വർഗീയ സിംഹാസനത്തിൽ പിതാവിനോടുകൂടി ഇരുത്തുവാൻ, അവനോടുകൂടെ ആക്കി തീർക്കുവാൻ വേണ്ടി, ദൈവത്തോട് നമ്മെ സദൃശന്മാരാക്കി തീർക്കുവാൻ വേണ്ടിയാണ് തന്റെ പുത്രനെ സദൃശ്യമില്ലാത്തവനായി അവൻ പാപജഡത്തിന്റെ സദൃശ്യത്തിൽ ലോകത്തിൽ വന്ന് ത്യജിക്കപ്പെട്ടവനായി, നിന്ദനായി, ക്രൂശനായി തീർന്നത്, കൈവിടപ്പെട്ടത് നമുക്ക് നൽകുവാൻ വേണ്ടിയാ. എത്രമാത്രം നൽകും? അതെ, ഓരോരുത്തരുടെയും കഴിവനുസരിച്ചാണ് നൽകുന്നത്. ഓരോരുത്തരുടെയും കഴിവനുസരിച്ചാണ് അവർ ഗിഫ്റ്റ് കൊടുക്കുന്നത്. നമുക്കറിയാം, ഓരോ മനുഷ്യനെ കൊടുക്കാൻ കഴിയുന്നതിന് മാക്സിമം, ഇപ്പോൾ ഒരു മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നതിന്റെ മാക്സിമം നമ്മുടെ കൈവശമുള്ള കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പം നമ്മളെക്കാൾ വലിയ ധനാഠ്യന്മാർക്ക് എന്തെല്ലാം കൊടുക്കും, അത് അവരുടെ കഴിവനുസരിച്ച് ഒരാൾ കൊടുക്കുന്നത്. പക്ഷെ എന്നാൽ ദൈവം നൽകുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അത്രമാത്രം ശ്രേഷ്ഠകരമായ പദവിയും സ്ഥാനങ്ങളും നമുക്ക് നൽകുവാനുണ്ട്, സ്വീകരിപ്പാനുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിന്റെ ആഴം മനസ്സിലാക്കി ജീവിക്കണമേ. അപ്പോൾ യേശു 4-മതായി മുഴിഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്നാണ്. അപ്പോൾ ആ ചോദ്യത്തിനകത്ത് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അതെ, യേശുവിനോട് കൂടെ എനിക്ക് സകലവും നൽകുവാൻ വേണ്ടിയാണ് തൻ്റെ പുത്രനെ പിതാവാം ദൈവം കാൽവരിയിൽ കൈവിട്ടതെങ്കിൽ അവനോടുകൂടെ നമുക്ക് സകലവും നൽകുന്ന ഒരു ദിവസമുണ്ട്. ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ ദിവസങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ നൽകപ്പെടുവാനുള്ള ദിവസങ്ങളായി മാറുകയാണ്. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി നൽകിയ ദിവസങ്ങളിൽ ആശ്വസിക്കത്തക്കവണ്ണം, ദൈവത്തിൽ ആനന്ദിക്കത്തക്കവണ്ണമുള്ള ദിവസങ്ങളാക്കി മാറ്റുവാൻ കർത്താവ് പദ്ധതിയുണ്ട്. അതുകൊണ്ട് എന്നും ദൈവം നമ്മളെ കൈവിട്ട് കളയത്തില്ല, തള്ളിക്കളയത്തില്ല.
അവൻ നമ്മളെ അല്പസമയത്തേക്ക് തള്ളിക്കളയുന്നത് നമ്മെ വളരെ വലിയ സ്നേഹത്തോടെ വീണ്ടും നമ്മെ അവനോട് അടുത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതേ വംശത്തെ ദൈവം തള്ളിക്കളഞ്ഞെങ്കിൽ ക്രിസ്തു മുഖാന്തരം എന്ന ഒടുക്കത്തെ അതേ മുഖാന്തരം അവനെ തള്ളിക്കളഞ്ഞോടുകൂടി അവൻ മുഖാന്തരമായി നമുക്ക് ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ടായി അടുത്തൊരുവൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ് ഈ 4-ാമത്തെ മൊഴിയിൽ മറഞ്ഞിരിക്കുന്ന ചോദ്യവും അതിന്റെ ഉത്തരവും. രാത്രിയിലെ ചോദ്യം മനസ്സിൽ വിചാരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ചോദിക്കുമ്പോൾ ഇവിടെ മറ്റു പറയുന്നത് അവനോട് കൂടെ നമുക്ക് സകലവും നൽകാതിരിക്കും. എത്ര പേർക്ക് കരമുയർത്തപ്പെടാൻ സാധിക്കും? അതെ, എനിക്ക് ലഭിക്കേണ്ടതെല്ലാം എൻ്റെ ദൈവം എനിക്ക് നൽകും. എല്ലാവരും പറഞ്ഞാട്ടെ, എനിക്ക് ലഭിക്കേണ്ടതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തരും. ഇന്ന് സമാധാനം കുറവാണെങ്കിൽ യേശു സമാധാനം നൽകുവാൻ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കഴിയും. നിനക്ക് ഇന്ന് രാത്രിയിൽ ആരോഗ്യം കുറവാണെങ്കിൽ അത് നൽകുവാൻ യേശുവിന് കഴിയും. ഇന്ന് സ്വസ്ഥത കുറവാണെങ്കിൽ അസ്വസ്ഥത നൽകുവാൻ ദൈവത്തിന് കഴിയും. സമ്പത്ത് കുറവാണെങ്കിൽ, ജീവിതത്തിന് ആവശ്യമായത് കുറവാണെങ്കിൽ അത് നൽകുവാൻ ദൈവത്തിന് കഴിയും. അതേ ദിവസങ്ങളിൽ എന്തെല്ലാം വിഷയങ്ങളാണോ അത് കുറവായിട്ടുള്ളത്, ഇല്ലായ്മയായിട്ടുള്ളത്, ആ ഇല്ലായ്മയെ മാറ്റി സമൃദ്ധി നൽകുവാൻ എൻ്റെ യേശുവിന് കഴിയും. അവൻ നൽകും. അവൻ നൽകിയാൽ ആർക്കും അത് തടയാൻ കഴിയത്തില്ല. കാൽവരിയിൽ ജയിച്ച യേശുവിന്റെ കരങ്ങൾ കൊണ്ടാണ് നമുക്ക് നൽകുന്നത്. അവൻ ജയിച്ചുയർത്തുന്നതുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഒരു ശക്തിക്കും, അന്ധകാരത്തിന്റെ പോരുകൾക്കോ ശക്തികൾക്കോ യേശുവിന്റെ നന്മയെ തടയാൻ കഴിയത്തില്ല. ഈ ദിവസങ്ങൾ അത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസ കണ്ണോടെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞാട്ട്, രാത്രിയിൽ പറഞ്ഞാട്ട്, എല്ലാവരും പറഞ്ഞാട്ട്, കർത്താവേ, നീ എനിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചയിൽ, ഈ മാസത്തിൽ, ഈ വർഷത്തിൽ നൽകാനുള്ളതെല്ലാം നൽകണമേ, എന്റെ തലമുറയ്ക്ക് നൽകണമേ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞാട്ട്, അതെ, ദൈവം നൽകുവാൻ വിശ്വസ്തനാണ്. അത് മാത്രമല്ല, ഈ ജീവിതത്തിന് ശേഷമായി അവൻ നമുക്ക് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ദൈവമായ കർത്താവ് നമുക്ക് നൽകും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ദിവസങ്ങളിൽ ദൈവത്തിലായിരിക്കാം. കർത്താവ് നൽകാതിരിക്കും. ചിലപ്പോൾ സംശയങ്ങളൊക്കെ വരും, അത് കിട്ടുമോ കിട്ടുകയില്ല എന്നൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത്, അത് അങ്ങനെ സ്വന്തം പുത്രനെ ആദരിക്കാതെ വെറുതെയാണോ? തന്റെ പുത്രനെ അത്രമാത്രം കഷ്ടത ഏൽപ്പിച്ചത് വെറുതെയാണോ? അല്ല, വെറുതെയല്ല കഷ്ടം സഹിച്ചത് നമുക്ക് നൽകാൻ വേണ്ടിയാ. ഇങ്ങനെയാണെങ്കിൽ കുരിശ് ധ്യാനിച്ചുകൊണ്ട് അവനോട് പറഞ്ഞാൽ മതി. നിനക്ക് സംശയം വരുമ്പോൾ, അത് നടക്കത്തില്ല, അത് കിട്ടത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയായി തീരുമെന്നൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ വചനം എടുത്ത് ഓർക്കണം. യേശുവിനെ ആദരിക്കാതെ പിതാവേ, ആ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി നീ അവനെ കർത്താവെ വിട്ടുകളഞ്ഞത്, കൈവിട്ടത് എനിക്ക് നൽകാൻ വേണ്ടിയാണല്ലോ. എൻ്റെ ജീവിതത്തിൽ കുറവായത് നൽകാൻ വേണ്ടിയാണല്ലോ. അത് നൽകുവാൻ അങ്ങേക്ക് കഴിയും. അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. യേശുവിന്റെ മരണം മുഖാന്തരമായി നമുക്കത് ജയമായി തീരുവാൻ ഇടയാറ്റുന്നു. നമുക്കൊരിക്കലും നൽകരുത്. നാം എന്നും അടിമപ്പെട്ട് കിടക്കണം, നിരാശരാകണം, എന്നും ദുഃഖിതരാകണം, എന്നും പാപത്തിന്റെ പിടിയിലാകണം, ഇരുളായിരിക്കും, നിത്യനരകാഗ്നിയിലേക്ക് അവനോടുകൂടെ പോകണമെന്നുള്ള ചിന്തയായിരുന്നു സാത്താനുണ്ടായിരുന്നു. എന്നാൽ അവന്റെ ആഗ്രഹത്തെ ഇല്ലാതാക്കി അവന്റെ സ്വത്തിനെ കവർന്ന് എടുക്കുവാൻ വേണ്ടി യേശുക്രിസ്തു തന്റെ ജീവനെ നൽകുവാൻ ഇടയാത്തുന്നു. അതാണ് ഈ 4-ാമത്തെ മൊഴിയിൽ അടങ്ങിയിരിക്കുന്ന സ്വർഗീയ മർമ്മം. 5-ാമതായി യേശു സംസാരിച്ചത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 5-ാമതായി പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതാണ്. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ 5-ാമതായി യേശു തിരുവായും പൊഴിഞ്ഞത് അവന് ദാഹിക്കുന്നു എന്നാണ്. 28-ാം വാക്യം, അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുമണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തിരുവെഴുത്തിന്റെ ഓരോന്നും നിവൃത്തിയിരിക്കപ്പെടേണ്ടത് സ്വർഗത്തിൽ നിന്ന് അവനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പായി സ്വർഗത്തിൽ പ്ലാൻ ചെയ്ത് ലോകസ്ഥാപനത്തിന് മുമ്പ് പദ്ധതിയിട്ടിരുന്ന അത് പ്രവാചകന്മാരിലൂടെ സംസാരിച്ച് പിതാവാന്തന്റെ പുത്രനെ വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ചപ്പോൾ ഈ വിഷയങ്ങൾ സംഭവിക്കുമെന്നും ആ സമയത്ത് ഇന്നിന്ന കാര്യങ്ങൾ ആ സമയോചിതമായി സംസാരിക്കണമെന്നൊക്കെ മുന്നമേ പ്ലാൻ ചെയ്തിരുന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ കൊണ്ട് നേരത്തെ എഴുതിച്ചിരുന്നത്. ഇവിടെ പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ഈ കുരിശിൽ കടന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. അത് എന്താണ് ദാഹം എന്നുള്ളത്? ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കണം. പലരും അതിനെക്കുറിച്ച് പറയാറുണ്ട്. ചില ആത്മാക്കളുടെ ദാഹമാണ് യേശുവിനുണ്ടായിരുന്നതാണ്. അങ്ങനെയല്ല അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ യഥാർത്ഥമായ അർത്ഥം എന്തെന്ന് അറിയണമെങ്കിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം അതിന്റെ 42-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ എന്തായിരുന്നു ആ ദാഹം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 42-ാം സങ്കീർത്തനം
ആസാഫ് എഴുതിയ കോരകപുത്രന്മാർ എഴുതിയ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ ഇപ്രകാരം: മാൻ നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ഇത് സകലവും നിവൃത്തിയായ ശേഷമായിട്ട് യേശു പിതാവാം ദൈവത്തോട് ചേരുവാനുള്ള തന്റെ ദാഹത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഇവിടെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് കേട്ടെന്ന് വിചാരിച്ചു ഇവന് ദാഹം കൊണ്ട് പറഞ്ഞാണ്. അങ്ങനെയാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രൂശിൽ കടന്നുകൊണ്ട് എല്ലാവർക്കും ദാഹിക്കും. സമയത്ത് അവിടെ ഈ കയ്പ് കലക്കിയ വിനാഗിരി, വീഞ്ഞല്ല, കയ്പ് കലക്കിയ വിനാഗിരി അത് കൊടുക്കുന്നത്, അത് ആർത്തിയോടെ ആ സമയത്ത് കുടിച്ചു പോകും. കാരണം അത് കുടിക്കുമ്പോൾ അവരുടെ വേദന കുറയാൻ വേണ്ടി, സഹിക്കാൻ വേണ്ടിയാണ് ഈ കയ്പ് കലർത്തിയ വീഞ്ഞ് കൊടുക്കുന്നതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. എനിക്കതേക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഏതായാലും ഈ ക്രൂശിക്കുന്ന സ്ഥലത്ത് അതങ്ങനെ ചെയ്യുന്ന ഒരു പദ്ധതി അപ്പൊ അതുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ അവർക്ക് വെള്ളമല്ല കൊടുക്കുന്നത്, ആ സമയത്ത് പുളിച്ച വീഞ്ഞ് അഥവാ വിനാഗിരി കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് വേദനയിൽ നിന്ന് ഒരു അല്പം ആശ്വാസം ലഭിക്കും. അതിനുവേണ്ടി ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. എന്തായാലും ക്രിസ്തുവിന് ഒരിക്കലും വീഞ്ഞു കൊടുത്തില്ല. കാരണം വീഞ്ഞു കുടിക്കാൻ കർത്താവിന് കഴിയത്തില്ല. കാരണം കർത്താവ് അത്താഴ സമയത്ത് പറഞ്ഞു, ഇനി ഞാൻ മുന്തിരിയുള്ള അനുഭവം കുടിക്കുന്നത് അത് നിശ്ചയമായിട്ടും ദൈവരായത്തിലായിരിക്കും എന്ന് പറയാട്ടിടയാത്തത്. അതുകൊണ്ട് ഇവിടെ വീഞ്ഞല്ല കൊടുക്കുന്നത്, വെള്ളമല്ല കൊടുക്കുന്നത്. അവനോട് ചോദിക്കുമ്പോൾ എനിക്ക് അവർ കയ്പ് തന്നു എന്നാണ് പറയുന്നത്. അവർ എനിക്ക് കുടിപ്പാൻ കയ്പ് തന്നു. സംഘത്തെ പറഞ്ഞിട്ടുണ്ട്, അവർ എനിക്ക് കുടിപ്പാനായി കയ്പ് തന്നു. അപ്പോൾ അത് കയ്പ് കൊടുക്കണം എന്നുള്ള വചന വ്യവസ്ഥയായിരുന്നു. അത് അങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം നേരത്തെ മുന്നമേ പറഞ്ഞത്. അവർ എനിക്ക് കുടിപ്പാനായി കയ്പ് കലക്കി തന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കൊടുക്കുക. എന്നാൽ യേശു അവിടെ ചോദിച്ചത് വാസ്തവത്തിൽ, പക്ഷെ അത് കയ്പ് തന്നു എന്ന് പറയുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി, വചനം നിവർത്തിയിരിക്കാൻ വേണ്ടി യേശു അതിനെ ടേസ്റ്റ് ചെയ്തു, അത് ആസ്വദിച്ചു. പിന്നീട് അവനെ എന്നെ മതിയാക്കി, വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാകുകയാണ് ചെയ്തത്. ദൈവം നിവർത്തിയിരിക്കപ്പെടാൻ വേണ്ടിയാണ് അവനത് അല്പമെങ്കിലും ആ സ്പോങ്ങിൽ നിന്ന് കുടിപ്പാട്ടടിയാത്തുന്നത്. അതേക്കുറിച്ച് പലരും പറയുന്നത്, വേദനപ്പെട്ട് കിടക്കുന്ന ക്രിസ്തുവിന്റെ അടുത്ത് ഈ പടയാളികൾ ഇത് മുക്കിയിട്ട് അതിന്റെ വായോട് അടുപ്പിക്കുമ്പോൾ അവരത് മാറ്റിക്കളയുമെന്നും, യേശു അത് ദാഹത്തോടെ വീണ്ടും അതിനു വേണ്ടി അത് കുടിക്കാനുള്ള ആഗ്രഹത്തോടെ അവൻ വേദനയിൽ പൊളയുന്ന ആ ശരീരം അനക്കി ചെല്ലുമ്പോൾ അവർ കൊതിപ്പിച്ചിട്ട് മാറ്റുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അതേക്കുറിച്ച് അറിയുന്ന ബൈബിൾ എഴുതിയിട്ടില്ല. എന്നാൽ അവര് കഴിവതും പരിഹസിച്ച രീതിയിൽ, നീ നിന്നെ സഹായിക്കുക, നിന്നെ രക്ഷിക്ക്, നിനക്ക് വെള്ളത്തിന് ആവശ്യമുണ്ടോ, നിനക്ക് വീഞ്ഞ് ആവശ്യമുണ്ടോ, ദാഹമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവനെ അവിടെ പരിഹസിക്കുന്നതായിട്ടുള്ള രീതിയിൽ ചെയ്ത്, ഏതെല്ലാം വിധത്തിൽ പരിഹസിക്കാൻ ആ രീതിയിലെല്ലാം പരിഹസിച്ചതിനെ കുറിച്ച് ദൈവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പുളിച്ച വീഞ്ഞ് നിറച്ച ഈ സോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം കുടിച്ചു എന്നാ പറഞ്ഞത്. അവിടെ കുടിച്ചെന്നാ പറഞ്ഞത്. അപ്പം ടേസ്റ്റ് ചെയ്ത് മറ്റൊരു ഭാഗത്ത് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ് നിരാകരിച്ചെന്നാണ് കുടിച്ചത്. എന്തായാലും യേശു വീഞ്ഞല്ല കുടിച്ചത്, വിനാഗിരിയാണ് കുടിച്ചത്. അത് കയ്പുള്ളതാണ്. കയ്പ് കലർത്തിയ കണ്ടി വെണ്ണ കൊടുത്തെന്നാണ് പറയുന്നത്. അതേക്കുറിച്ചൊക്കെ റിസർച്ചൊന്നും നമ്മൾ പോകണ്ട. അത് കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യം. അതേക്കുറിച്ച് പഠിക്കേണ്ട ചിന്തകന്മാരൊക്കെ പഠിക്കട്ടെ. എന്താണ് എന്നുള്ളത് കൂടുതലായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ഞാൻ എടുത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതേക്കുറിച്ച് വേണമെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ഈ കയ്പ് കലർത്തിയ വീഞ്ഞിനെ കുറിച്ചും കണ്ടിവെണ്ണ കലക്കിയ വീഞ്ഞിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ അങ്ങനെയുള്ള ക്രൂശിക്കപ്പെട്ടവർക്ക് അത് വേദന മാറാൻ വേണ്ടി കൊടുക്കുന്ന വേദന സംഹാരിയായിട്ടാണ് അവർ കൊടുത്തിരുന്നത്. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ച് അത് കൊടുക്കുമ്പോൾ അവനെ പരിഹസിച്ച്, അവനെ നിന്ദിച്ച് ഏറ്റവും നിന്ദ്യമായ രീതിയിലാണ് അവർ ഇടപെട്ടെന്നുള്ളതും ഇവിടെ നമുക്ക് പ്രസ്താവയോഗ്യമാണ്. അപ്പോൾ അങ്ങനെ അത് സകലവും തികഞ്ഞ ശേഷമാണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നുവെന്ന് അവസാനമായി പറയട്ടിടയാത്തുന്നത്. ആ ദാഹം എന്താകുന്നു എന്നുള്ളത് വാസ്തവത്തിൽ അത് മാൻ നീർത്തോളി ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. പിതാവാൻ ദൈവം തന്നെ കൈവിട്ടു കഴിഞ്ഞപ്പോൾ തന്നോട് ചേരുവാനുള്ള വലിയ ആഗ്രഹത്തെയാണ് പുത്തനാന്തിയോടെ കാണിക്കുന്നത്. കൈവിടപ്പെട്ടു പോയ ആ ചുരുക്കം സെക്കൻഡുകൾക്ക് അവനെ കൈവിട്ട് കഴിഞ്ഞപ്പോൾ അവൻ ആഗ്രഹിക്കുകയാണ്, എൻ്റെ പിതാവേ അങ്ങയോട് ചേരുവാൻ ഞാൻ കാക്ഷിക്കുന്നു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ശാരീരികമായ ജഡത്തിൽ പാപം വഹിച്ച ക്രിസ്തുവിനെ
അത് വിട്ടുകളഞ്ഞപ്പോൾ ആത്മാവാം ദൈവത്തിന്റെ ആ ആഗ്രഹം, ആത്മാവാം ദൈവത്തോട് ചേരുക എന്നുള്ളതായിരുന്നു. അതാണ് ഇവിടെ ദാഹം എന്ന് പറയുന്നത്. മാന്യത്തോട് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവം എൻ്റെ ആത്മാവ് എന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ ആഹാരം എന്തായിരുന്നു, അവന്റെ ദാഹം എന്തായിരുന്നു എന്നുള്ളത് യോഹന്നാനിൽ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആഹാരം എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവന്റെ ദാഹം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നാം അത് പഠിച്ചിരുന്നു. 4-ാം അധ്യായം 34-ാം വാക്യത്തില് എന്തായിരുന്നു യേശുവിന്റെ ആഹാരം എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തുക. ശിഷ്യന്മാർ ഭക്ഷണം കൈക്കൊള്ളുവാൻ വേണ്ടി പോയി അവർ മടങ്ങി വന്നപ്പോൾ യേശു അവരോട് സംസാരിച്ചാണ് 4-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യം. 4-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. അവർ എൻ്റെ വിശപ്പതാണ്, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിവർത്തിക്കണം. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. അതായിരുന്നു യേശുവിന്റെ ആഹാരം. എന്ന് പറഞ്ഞാൽ അവന്റെ ആഹാരം നമുക്കറിയാം. ആഹാരം കഴിക്കുന്നത്, നിലനിൽക്കുന്നത്, ജീവിക്കുന്നതിന്റെ ഉദ്ദേശം നിവർത്തിയിരിക്കപ്പെടാൻ വേണ്ടിയാണ് നാം ആഹാരം കഴിക്കുന്നത്. ജീവിതത്തിൽ ഒരാഗ്രഹമില്ല ആഹാരം കഴിക്കണ്ട, ചിലർ പട്ടിണി കിടക്കുന്നു. അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആഗ്രഹമില്ലാതെ വരുമ്പോൾ ഭക്ഷണം വേണ്ട, ഭക്ഷണം നിരാകരിക്കും, അവർ കഴിക്കാൻ വേണ്ടി ആവശ്യമില്ല. പക്ഷെ ഇവിടെ പറയുകയാണ്, എൻ്റെ ആഹാരം, ഞാൻ കഴിക്കുന്ന ആഹാരം, എൻ്റെ ഉദ്ദേശം, ജീവന്റെ ഉദ്ദേശം, പിതാവ് എന്നെ അയച്ച പ്രവൃത്തി തികച്ചെടുക്കണം, അതാണ് എൻ്റെ ആഹാരം. അങ്ങനെ പിതാവാൻ ദൈവത്തിന്റെ തന്നെ ഏൽപ്പിച്ച ആ പ്രവൃത്തി തികയ്ക്കുന്നതായിരുന്നു യേശുവിന്റെ ആഹാരമെങ്കിൽ, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് ആഹാരമെങ്കിൽ, ഇവിടെ പറയുന്ന അവന്റെ പ്രവൃത്തി എല്ലാം തികച്ചു കഴിഞ്ഞപ്പോൾ, സകലവും തികഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ദാഹം സ്വർഗീയ പിതാവിനോട് ചേരുന്നായിരുന്നു. രാത്രി ഈ സന്ദേശം മനസ്സിലാൻ വിചാരിക്കുന്നു. യേശു എന്താണ് ദാഹിക്കുന്നത് പറഞ്ഞതുള്ളത്, തൻ്റെ ആഹാരം എല്ലാം അവിടെ തൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത്. ആത്മീയാർത്ഥത്തിൽ തന്നെ ചിന്തിക്കണം. പിതാവാൻ ദൈവത്തിന്റെ മറ്റുള്ള ശിഷ്യന്മാര് അവര് വട്ടക്കൂട്ടിയത് വയറിന്റെ ആഹാരത്തിന് വേണ്ടിയാ, നിലനിൽപ്പിന് വേണ്ടിയാ. കഥ പറഞ്ഞു, എനിക്കൊരു ആത്മീയ ആഹാരം, അല്ലെങ്കിൽ എനിക്കൊരു ആവശ്യമുണ്ട്. വചനമാം ദൈവം, അത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന് വായുന്ന ഒരു സകല വചനം കൊണ്ട് ജീവിക്കുന്നത്. അപ്പോൾ വചനമാം ദൈവം ലോകത്തിൽ വന്നത് പിതാവാം ദൈവത്തിന്റെ ആ ഇഷ്ടത്തെ തികച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു. അത് ക്രൂശിതനായി കഴിഞ്ഞപ്പോൾ അവന്റെ രക്തത്തിന്റെ അവസാന തുള്ളി രക്തമൂറ്റപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, തന്റെ പ്രാണൻ അവനിൽ നിന്ന് വിട്ടുപോകുന്നു എന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ, എന്തിനാണോ അവന്റെ ഉള്ളിൽ വചനമാം ശരീരത്തിന്റെ അകത്ത് ആത്മാവാം ദൈവം തന്റെ ജീവനെ പകർന്നത്, രക്തമായി പകർന്നത് എന്തിനാണോ, ആ പാപമില്ലാത്ത രക്തം തുള്ളി തുള്ളിയായി അത് ഒഴുകപ്പെട്ടപ്പോൾ, ഗെത്സമനയിലെ അവന്റെ വേർപ്പ് മുതൽ രക്തത്തുള്ളികൾ ഒഴുകി അവൻ നടന്നു വന്ന എല്ലാ സ്ഥലങ്ങളിലും ആ രക്തത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. അത് മുഴുവനും സ്വർഗീയ ഭണ്ഡാരത്തിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്, സ്വർഗത്തിൽ ശേഖരിക്കപ്പെട്ടു. അതൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഓരോ ആ തുള്ളികളും അത് ശേഖരിക്കപ്പെട്ടു, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അത് പിതാവാൻ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ ആ രക്തം ചീന്തി അവസാനമായിരിക്കുന്ന, ഇനി ഹൃദയത്തിന്റെ അകത്തുള്ള രക്തം കൂടിയേ ഉള്ളൂ, അതുകൂടി ഊറ്റപ്പെടേണ്ടതാണെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പറയുകയാണ്, എനിക്ക് ജീവൻ തന്നത് അവന്റെ പ്രവൃത്തി തികയ്ക്കാൻ വേണ്ടിയാ. ഈ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അത് തികഞ്ഞത് കൊണ്ട് എനിക്കിനി അടുത്ത എൻ്റെ ആഗ്രഹം, എൻ്റെ ദാഹം അവനോട് ചേരുകയെന്നുള്ളതാണ്. ഇന്ന് രാത്രി വചനം ചിന്തിക്കുമ്പോൾ ദൈവമക്കളെ, നമുക്കും നമ്മുടെ ആഗ്രഹവും നമ്മുടെ ആഹാരവും ഈ ഒരു ചിന്തയിലേക്ക് വരാമെങ്കിൽ അത് എത്ര ശ്രേഷ്ഠമാണ്. ഞാൻ പറഞ്ഞല്ലോ, പുറമേയുള്ള ഭൗതിക ആഹാരം നമുക്ക് വേണം, നമുക്ക് പുറമേയുള്ള ചിന്തകൾ വേണം, ദാഹം വേണം, വെള്ളം കുടിക്കണം, അതൊക്കെ ആവശ്യമാണ്, അത്യാവശ്യമാണ്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. സാധാരണ മനുഷ്യർക്ക് അത് മതി, ആഹാരവും വെള്ളവും മതി. എന്നാൽ ആ വിശ്വാസത്തിലായിരിക്കും ദൈവമക്കൾക്ക് ആത്മീയമായിരിക്കുന്ന ഒരു ആഹാരം, ഒരാഗ്രഹം ഉണ്ടായിരിക്കണം. എന്നിൽ ദൈവം, എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ ഞാൻ ചെറിയൊരു മനുഷ്യനാ, എനിക്കധികം കഴിവൊന്നുമില്ല കർത്താവേ, എങ്കിലും എനിക്ക് തന്നിരിക്കുന്ന കഴിവിനനുസരിച്ച് അങ്ങേക്ക് വേണ്ടി അങ്ങ് എന്താണോ എന്നെ കൊണ്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്തെടുക്കുവാനുള്ള കൃപ എൻ്റെ മേൽ പകരണമേ, അതെന്റെ ആഗ്രഹമായി, എൻ്റെ ആഹാരമായി മാറണമേ എന്ന് ഈ ദൈവവചന പഠനത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മറന്നു കളയരുതേ,
ഇപ്പൊ നമുക്ക് പുറമേയുള്ള ആഹാരം ആവശ്യമാണ്, പുറമേ നാം വെള്ളം കുടിക്കുന്ന നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ ആത്മാവിന് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം, ആരും വിചാരിക്കരുത് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന്. അതെ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അത് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി ഒരു ട്രാക്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ഒരിക്കലും വൃഥാവല്ല. അത് ചെയ്യുവാൻ വേണ്ടിയാ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. മനസ്സിന്റെ അകത്ത് എന്തെങ്കിലും ഒരു ആഗ്രഹം ദൈവാത്മാവ് തോന്നിപ്പിച്ചാൽ അത് ചെയ്യണമെന്നും രാത്രി ഞാൻ ഓർപ്പിക്കും. അത് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്കൊരു കഴിവില്ല, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഞാൻ എവിടെ പോയി സുവിശേഷം അറിയിക്കുക എന്നൊക്കെയുള്ള ചിന്തയൊന്നും ആരംഭിക്കേണ്ട. നമുക്ക് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥിപ്പാൻ കഴിയുമല്ലോ. സുവിശേഷത്തിന് വേണ്ടി എങ്ങനെയെങ്കിലും ഒരു പങ്കാളിയായി തീരണമെന്നുള്ള ആഗ്രഹമായിരിക്കണം നമ്മുടെ ആഗ്രഹം. അപ്പൊ യേശുക്രിസ്തുവിന്റെ ആഗ്രഹം തന്റെ പിതാവാം ദൈവം തന്നിരിക്കുന്ന പ്രവൃത്തി തികച്ച് ക്രൂശിൽ യാഗമായി തീരണം, ആ പാപപരിഹാരത്തിന്റെ ശുശ്രൂഷ തയ്ക്കണം. അതായത് നമ്മുടെ ആഹാരമെങ്കിൽ അത് ചെയ്തു കഴിയുമ്പോൾ പിതാവാം ദൈവത്തോട് ചേരണം, ഈ ദൗത്യമേൽപ്പിച്ചവനോട് ചേരണം. രാത്രി നമുക്കതായിരിക്കണം ആഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ വെള്ളം കുടിക്കുന്ന ആഹാരം കഴിക്കും ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടിയാ. എന്നാൽ അകത്തെ മനുഷ്യന്റെ ആഹാരം അത് ദൈവം തന്നിരിക്കുന്ന ആത്മീയ ശുശ്രൂഷ തയ്ക്കാൻ വേണ്ടിയാ. അത് പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, അത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ സാധിക്കും. നമുക്ക് നിരവധി സ്ഥലങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിപ്പാൻ കഴിയും. നമുക്ക് ഓർക്കുന്ന വ്യക്തികളെ ദിവസം ധ്യാനിച്ച് പ്രാർത്ഥിപ്പാൻ കഴിയും. ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ആത്മാവിൽ കൃപാസനത്തേക്ക് അടുത്തേക്ക് എത്തിച്ചേരുവാൻ ദൈവം നമുക്ക് വഴിയൊരുക്കിയല്ലോ. അതുകൊണ്ട് നമുക്ക് സന്തോഷമാണ്. ഞാൻ പറയട്ടെ, നമ്മളെ അറിയാത്തവർക്ക് വേണ്ടി, ഒരുപക്ഷെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ആർക്കും അറിയാത്ത നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പം ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊന്നും പറയൊന്നും വേണ്ട. നമുക്ക് ഒരാളെ കുറിച്ച് തോന്നിയപ്പോൾ, ഒരാളുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സ് വന്നപ്പോൾ, ഒരുപക്ഷെ അത് അന്യ ആൾക്കാരാകട്ടെ, നമ്മളോട്ട് ബന്ധമില്ലാത്തവരാകട്ടെ, അവരെ കാണുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ? എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, കൂടെ ജോലിക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപക്ഷെ അവര് നമ്മളോട് ആരും ബന്ധം കാണത്തില്ല. ഈ വഴിയെ പോകുന്ന ആൾക്കാർക്ക് എന്നോടുമായിട്ട് ആരും ബന്ധം കാണത്തില്ല. ഇവിടെ അന്യസംസ്ഥാനത്ത് വന്ന ആൾക്കാർക്ക് നമ്മളോട് ബന്ധം കാണത്തില്ല. എന്നാൽ അവർക്ക് വേണ്ടി നാം ഒന്ന് മനസ്സാക്ഷിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ആ പ്രാർത്ഥന വലിയ കാര്യമാണ്. രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി സമാധാനത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് കാര്യം മനസ്സിലാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അവരറിയാതെ നമുക്ക് നമ്മൾ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പറയുന്നു വേണ്ട. നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം. ദേശങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് അത് സുവിശേഷീകരണമാണ്. മറ്റാരും അറിയാതെ പ്രാർത്ഥിക്കും. നമുക്ക് അതുകൊണ്ട് അത് പലപ്പോഴും സാധിക്കത്തില്ല. എന്നാൽ അങ്ങനെ സാധ്യമായി തീർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ആഹാരമാണ്, നമ്മുടെ ആഗ്രഹം. നമുക്ക് ആഹാരം കഴിക്കാൻ ആഗ്രഹമുണ്ടല്ലോ. എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നത്? നല്ലതായിട്ട് ആഹാരം കഴിക്കുന്ന ആഗ്രഹം നല്ല സ്വസ്ഥ സമാധാനമൊക്കെ ഉള്ളപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ആത്മീയ അഭിവൃദ്ധിയും ആരോഗ്യമുണ്ടെങ്കിലേ ഇങ്ങനെ രീതിയിൽ ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് സന്തോഷവും സമാധാനവും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിലേ എല്ലാ ആഹാരം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ. അതില്ലെങ്കിൽ നമ്മൾ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. തൃപ്തിയോടെ കഴിക്കത്തില്ല, എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. അങ്ങനെയല്ല. അതാണ് നമ്മൾ ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണോ നമ്മുടെ ക്രിസ്ത്യ ജീവിതം? നാം വിശ്വാസം വന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അത് ഒരു നിലനിർത്താൻ വേണ്ടി ഒരു മറ്റാരെങ്കിലും പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആരോഗ്യമുള്ളൊരു വ്യക്തിക്ക് ജീവിതത്തിൽ എനിക്ക് ആരോഗ്യമാണ് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അവനെപ്പോഴും അവനെന്ത് ചെയ്യും? അവനോട് ആരും നിർബന്ധിക്കണ്ട. വെള്ളം കുടിക്കും, ആഹാരം കഴിക്കും, വേണ്ടതെല്ലാം അവൻ കഴിക്കും. അത് അവന്റെ ശരീര നിലനിൽപ്പിന് വേണ്ടിയാ. അപ്പോൾ അത് അവന്റെ കാഴ്ചപ്പാടാണ്. അവനെല്ലാം ലഭിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് നോക്കാം. ആത്മീയത്തിൽ അതുപോലെ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ആത്മീയ ആഹാരം കഴിക്കുവാൻ, ആ ദൈവം തന്നിരിക്കുന്ന പ്രവർത്തനത്തേക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുകയുള്ളൂ. രാത്രി അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിനകത്ത് ആർക്കും സംശയം ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ തിരുവനന്തപുരം മുഖാന്തരമായി നമുക്ക് അകത്തൊരു ആത്മീയ ആഗ്രഹമുണ്ടാകും. നമ്മുടെ ആഹാരമായിരിക്കണം. ദേശങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന, അല്ലെങ്കിൽ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആരെയെങ്കിലും ഓർത്ത് ദിവസത്തിന്റെ ഇടിവ് നിൽക്കുന്നത്, അവരെ വിടുതൽ കണ്ട് സന്തോഷിക്കുന്നത്, അതൊക്കെ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ആഹാരമാണ്. അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി കിട്ടുന്ന ഒരു ആഹാരമല്ലേ? സന്തോഷമല്ലേ? എത്ര സാധിക്കും ആമേനേന്റെ അകത്ത്. അതെ, നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വേഗത്തിൽ മറുപടി കിട്ടണം. അതെല്ലാം നമ്മുടെ ആഹാരമാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, വൈകിട്ടത്തെ ഡിന്നർ, അതിൻ്റെ ഇടയ്ക്ക് ചായ, വെള്ളം, ഇതൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നാം കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ മറുപടി കാണുമ്പോൾ അത് നമുക്ക് സന്തോഷമാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ദിവസങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ആഹാരമാകട്ടെ. ക്രിസ്തു അത് കാൽവറിയിൽ തികച്ചു. അവന്റെ ആ സമയം അടുത്തു കഴിഞ്ഞപ്പോൾ
ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, പിതാവേ നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് പൂർത്തീകരിച്ചു. സങ്കീർത്തനത്തിൽ ഗോത്രന്മാർ രേഖപ്പെടുത്തിയത് യേശോടെ ഉദ്ധരിക്കുകയാണ്. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. യേശു പറയുക, ആ പ്രവൃത്തിയെല്ലാം ഞാൻ തികച്ചു. ഇനി നീ എന്നെ കൈവിട്ടത് മനുഷ്യവംശത്തെ ചേർക്കുവാൻ വേണ്ടിയാ. നിന്നോട് ചേരുവാൻ ഞാൻ കാക്ഷിക്കുന്നു. ഈ അകത്തൊരു ദാഹമുണ്ടാകണം, യേശുവിനോട് ചേരുവാൻ. അവന്റെ വേല തികച്ചുകൊണ്ട്, ഓരോ ദിവസവും അവന്റെ വേല തികച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേരുവാനുള്ള ആഗ്രഹത്തിന്റെ സമയങ്ങളായി മാറ്റുവാൻ ദൈവാത്മാവെന്ന് രാത്രി നമുക്ക് ദൂതറിയിക്കുക. ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. എനിക്കെന്റെ യേശുവിനോട് ചേരണം. അത് അത്യുത്തമമായ കാര്യമാണ്. അപ്പോൾ അവൻ തന്ന പ്രവൃത്തി തികച്ചിട്ട്, അതെ, ആ പ്രവൃത്തി എവിടെയെങ്കിലും അത് പൂർത്തീകരിക്കപ്പെടാതെയല്ല, പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് നാം ക്രിസ്തുവിനോട് ചേരുവാൻ ആഗ്രഹിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒളിച്ചോട്ടമല്ല. വേദന വരുമ്പോൾ യേശു വരണമെന്ന് പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. അത് പ്രശ്നം കഷ്ടവും നെടുവീർപ്പൊക്കെ വരുമ്പോൾ യേശു വരണമെന്ന് പറയുന്നതും അല്ല. സുഖ സന്തോഷ സമാധാനമൊക്കെ ഉള്ളപ്പോൾ യേശു വരണമേ എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടും ഇന്ന് പലർക്കും അങ്ങനെയുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. പലർക്കും സാമ്പത്തികമായിട്ട് അനുഗ്രഹവും നന്മയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ യേശുവെ വേഗം വരണമേ എന്നുള്ളതൊക്കെ മാറ്റി അവർ വരണമേ എന്നാക്കി. കുറച്ച് കഴിയുമ്പോൾ അതുപോലും പറയത്തില്ല, വരണമേ എന്ന് പോലും പറയത്തില്ല. കാരണം സുഖലോലുപരായി സന്തോഷമുണ്ടായി കഴിയുമ്പോൾ ഇതിനപ്പുറമായിട്ട് ഒന്നുമില്ല എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നീട് ഈ ദാഹം കാണത്തില്ല, യേശുവോട് ചേരാനുള്ള ആഗ്രഹം കാണത്തില്ല, യേശു പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യാനുള്ള ആഗ്രഹം കാണത്തില്ല. അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം തിന്നുക കുടിക്കുക എന്നുള്ള ചിന്തയോടെ പോകുമ്പോൾ യേശു അതിനു വേണ്ടി ഒരുക്കപ്പെടാം. ഞാൻ പറഞ്ഞല്ലോ, യുദ്ധം വരുന്നത് കൊണ്ടോ, ക്ഷമം വരുന്നത് കൊണ്ടോ, രോഗം വരുന്നത് കൊണ്ടോ, കഷ്ടം വന്നത് കൊണ്ടോ, കേസുള്ളത് കൊണ്ടോ, മറ്റു വിഷയങ്ങളുള്ളത് കൊണ്ടല്ല യേശു വരണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടത്. യേശു തന്ന പ്രവൃത്തിയെ തികച്ചുകൊണ്ട് പറയണം, നാൾതോറും തികച്ചിട്ട് പറഞ്ഞ കർത്താവേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. അത് പ്രത്യാശയാണ്, അത് വലിയ ആഗ്രഹമാണ്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ, അതേക്കുറിച്ച് നമുക്കറിയാം, കാവ്യാത്മകമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. മാന്റെ ആഗ്രഹം നീർത്തോടുകളിലേക്ക്, അരികിലേക്ക് അത് ചെല്ലുവാൻ ആഗ്രഹിക്കുകയാണ്. ഓടി 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 അതാ മാൻ ചെല്ലുമ്പോൾ അത് മിറാജ് പോലുള്ള സന്ദർഭങ്ങളായി തീരാറുണ്ട്. മിറാജ് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ മരുപ്പച്ചയാണ്. ഓടിച്ചെല്ലുമ്പോൾ വെള്ളം പോലെ തോന്നും, അവിടെ ചെല്ലുമ്പോൾ അത് കാണത്തില്ല, പക്ഷെ എൻ്റെ ഓട്ടം നിർത്തത്തില്ല. അത് വീണ്ടും ഓടിക്കൊണ്ടേയിരിക്കും. ഓടി ഓടി അത് അവസാനം വീണ് മരിക്കുമെന്നാണ് പറയുന്നത്. കാരണം ആ വെള്ളം കണ്ടെത്തുവോളോ അത് ഓടി തളർന്ന് വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. അതേക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല. ഏതായാലും ഈ മരുഭൂമിയിലെ മരുപ്പച്ച എനിക്കറിയാം. നമ്മളിവിടെ നിന്ന് വഴിയെന്ന് നോക്കാമെങ്കിൽ അങ്ങേ അറ്റം വെള്ളമാണെന്ന് തോന്നും. നല്ല ചൂടുള്ള മരുഭൂമിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മറ്റേ അങ്ങേ അറ്റത്ത് വെള്ളം ശരിയായ രീതിയിൽ കിടക്കുന്ന പോലെ തോന്നും. ഇത് മനുഷ്യർക്കറിയാം വെള്ളമല്ല, അത് നിഴലാണ്, അത് സൂര്യപ്രകാശത്തിനാണെന്നറിയാം. മൃഗങ്ങൾക്ക് അറിയത്തില്ലല്ലോ, അവരത് ഓടുവാൻ തുടങ്ങും. ഞാൻ പറഞ്ഞത്, വലിയ ആഗ്രഹത്തോടെ വെള്ളമില്ലെങ്കിൽ പോലും അത് കുടിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ള ആരോഗ്യം എടുത്തുകൊണ്ട് അത് ഓടി അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ അത് കിട്ടത്തില്ല. അവിടെ നോക്കുമ്പോഴായിരിക്കും അടുത്ത സ്ഥലത്ത് കാണുന്നത്. അങ്ങനെ ഓടുന്നത് പോലെ അത് ഓടി തളരുന്ന പോലെ പ്രിയപ്പെട്ടവർ, ഇവിടെ അങ്ങനെ നാം ഓടിത്തളർന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ വരവിന് വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആവശ്യകതയെ കാവ്യാത്മകമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മാൻ അത് മരിക്കേണ്ടി വന്നാലും വെള്ളത്തിന് വേണ്ടി ഓടുന്നത് പോലെ, അത് നിൽത്താതെ ഓടുന്നത് പോലെ, മാൻ ഓടുന്നത് പോലെ ദിവസങ്ങളിൽ നമ്മുടെ യാത്രയും ക്രിസ്തുവിനോട് ചേരാനുള്ളതായിരിക്കണം. ആ ബന്ധത്തിനവിടെ കർത്താവ് പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ യേശുവിന്റെ ദാഹം അത് ആത്മാക്കളുടെ ദാഹമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ തൻ്റെ ശുശ്രൂഷ മധ്യത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു. എന്നാൽ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ തൻ്റെ ആഗ്രഹം ദൈവത്തോട് ചേർന്ന് നമുക്ക് ദിവസങ്ങളിൽ പറയാൻ, കർത്താവേ എനിക്ക് തന്നിരിക്കുന്നതൊക്കെ ഈ ലോകത്തിൽ തീർക്കുവാൻ. നമ്മളെല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കണം. നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇന്ന് ചെയ്യണം. നാളേക്കൊന്നും തന്നെ വെക്കണ്ട. നമ്മൾ ചെയ്തിട്ട് നാളെ തീർത്തിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകരുത്. എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും ചെയ്യാമെന്നെല്ലാം ചെയ്തു വെച്ചേക്കാമെങ്കിൽ ഏറ്റവും നല്ലതാ. നാളെ എന്നുള്ള ദൈവത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ക്രിസ്തു തൻ്റെ പ്രവൃത്തിയെല്ലാം തീർത്തു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് ചേരുവാൻ ആഗ്രഹിച്ചതുപോലെ ദിവസങ്ങളിൽ നമുക്കും പറയാം, കർത്താവേ നിന്നോട് ചേരുവാൻ
എൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു, കാക്ഷിക്കുന്നു. അത് പ്രയാസമുണ്ടായിട്ടല്ല, വിഷമുണ്ടായിട്ടല്ല, ദുഃഖമുണ്ടായിട്ടല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അതങ്ങനെ വരുമ്പോൾ അല്ല, അത് ആ സമയത്ത് മാത്രമല്ല യേശുവിനോട് ചേരുവാനുള്ള ആഗ്രഹം ഉണ്ടാകേണ്ടത്. ഈ കഥാവി അങ്ങ് ഏത് സമയം വന്നാലും എന്നെ കൂടി ചേർക്കണമേ. മാന്യത്തോട് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്ദേശം ഉൾക്കൊള്ളുവാൻ കഴിയും, എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും? നമുക്കൊരകത്തൊരു ആഗ്രഹം ഉണ്ടാകും, ആഗ്രഹം ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ എന്ത് കഥാവിന് വേണ്ടി നമ്മൾ ചെയ്തു? നമ്മൾ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതല്ല, മറ്റാർക്കെങ്കിലും വേണ്ടി ഒരു മനസ്സിന് പ്രേരണയുണ്ടായി പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞോ? ഇതുവരെ രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി ഒരു വാഞ്ച ഉണ്ടായോ? ഇതുവരെ സത്യത്തിൽ നിൽക്കാത്തവർക്ക് വേണ്ടി ഒരു വാഞ്ച, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞോ? നാം ദിവസങ്ങളിൽ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞുവോ? കർത്താവിന്റെ ആഹാരം, നമുക്ക് തന്നിരിക്കുന്ന ആഹാരം അവന്റെ വേദനയെ തികയ്ക്കുന്നതാണ്. ഇന്ന് രാത്രി ഒരു സ്വയശോധനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കാൻ നന്നായിരിക്കും. എത്ര പേര് ഇന്ന് പകൽ സമയം പറയാൻ സാധിക്കും, എൻ്റെ ഇന്നത്തെ ജീവിതം കൊണ്ട് എനിക്ക് ഒരാൾക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കഥാന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാ. ദിവസങ്ങൾ അതിൻ്റെ ആഗ്രഹം കൂടി വരണം. ഞാൻ പറഞ്ഞല്ലോ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമെങ്കിൽ ദിവസം ദർശനങ്ങളെ ദൈവം നൽകും. അനന്യാസ് ആ കാലഘട്ടത്തിൽ വളരെയധികം ആഗ്രഹമുള്ളവനായി പ്രാർത്ഥിച്ചു. യേശുവിൽ ഉണ്ടായ പീഡ അവിടെ ദമസ്കോസിലും ഉണ്ടാകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവസേവയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന് ദൈവം ദർശനം കൊടുത്തു. ആർക്കു വേണ്ടിയാണോ അവൻ ഭയപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അവനെ അവന്റെ അടുക്കൽ കൊണ്ട് മുട്ടുകുത്തിക്കാൻ ഇടയാത്തുന്നെങ്കിൽ, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാമെങ്കിൽ ദിവസങ്ങളിൽ ദൈവം വലിയ ചെയ്യുവാൻ പോവുകയാണ്. അതെ, ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾ ഭയപ്പെടുന്നതിനെ നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കിക്കാൻ പോവുകയാണ്. കരങ്ങൾ വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദിവസങ്ങളിൽ ദേശം കീഴ്പ്പെടാൻ പോകുക, വ്യക്തികൾ രൂപാന്തരപ്പെടാൻ പോകുക, സുവിശേഷം ശക്തിയോടെ ഘോഷിക്കപ്പെടാൻ പോകുക, ഓർത്തോർത്ത് പ്രാർത്ഥിക്കാനുള്ള ദിവസങ്ങളാക്കി മാറ്റുവാൻ പോകുക. നാം കടന്നുപോയ സ്ഥലങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, ജോലി ചെയ്ത സ്ഥലങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നാം ബന്ധപ്പെട്ട വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ ധന്യമായിരുന്നു. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ ഓർപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ദിവസങ്ങളിൽ നമുക്ക് ഒന്നും ഇല്ല എന്നുള്ളതല്ല, പ്രാർത്ഥിച്ചാൽ ഒരിക്കലും തീരാത്തവണ്ണം പ്രാർത്ഥിപ്പാൻ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദിവസങ്ങളിൽ നാം ഇടപെട്ടവരോടും നാം സഹകരിച്ചോടും നമുക്ക് ഉപകാരം ചെയ്തോടും ബുദ്ധി വെച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ. അതുകൊണ്ട് കഥ പറഞ്ഞത്, എല്ലാവരെയും ഓർത്ത് നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ഉപദ്രവിക്കുന്നവരെ കൊണ്ട് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, പ്രവർത്തനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, യേശു തന്ന പ്രവൃത്തി ഓരോ ദിവസം തയ്ക്കുവാൻ എനിക്കത് സാധിച്ചിട്ടില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇന്ന് പകർച്ച ഞാൻ സമ്മതിക്കുകയാണ്. കർത്താവേ, നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ആ ആഹാരം എനിക്ക് ലഭിച്ചിട്ടില്ല, അത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. കർത്താവ് എൻ്റെ കുറവാണ്. അതുകൊണ്ടാണ് കർത്താവോട് ചേരുവാൻ നമുക്ക് ആഗ്രഹമില്ല. ഓരോ ദിവസവും നമ്മുടെ പ്രവൃത്തിയെ തികച്ചുകൊണ്ട് ദിവസങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ, അവനോട് ചേരുവാൻ നമുക്ക് ഇടയാറ്റണം. അതാണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. എന്താണ് ഇവിടെ ദാഹം എന്നാണ് പറഞ്ഞത്? കർത്താവേ, നീ എനിക്ക് തന്ന നിന്റെ പ്രവൃത്തി തികച്ചതിന്റെ ആഹാരം, അത് ആത്മാവിന്റെ ആഹാരം, എന്നെ അയച്ചതിന്റെ ഉദ്ദേശം ഞാൻ പൂർത്തീകരിച്ചു. ഇനി നീ എന്നെ കൈവിട്ടത് മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. എന്നാൽ നിന്നോട് ചേരുവാൻ ഞാൻ കാക്ഷിക്കുന്നു. അതായിരുന്നു ക്രൂശിലെ ദാഹം. അതാണ് യേശു ക്രിസ്തു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ആത്മീയ മർമ്മം അതാകുന്നു. ഇന്ന് രാത്രി ഈ സന്ദേശം മനസ്സിലായി വിചാരിക്കുന്നെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ആറാമതായി യേശു ക്രൂശിൽ മൊഴിഞ്ഞത് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് മാറി ചിന്തിക്കാം. കർത്താവ് നിവൃത്തിയായി എന്ന് പറഞ്ഞിട്ട് പിതാവേ എൻ്റെ ആത്മാവ് തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നത് പറയുന്നതോ, അല്ലെങ്കിൽ പിതാവേ നിന്റെ തൃക്കരങ്ങൾ എൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിവൃത്തിയായി എന്ന് പറയുന്നതും വ്യത്യാസമില്ലാത്ത കാര്യമാണ്. യോഹന്നാൻ 10:30 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 19:30 പറഞ്ഞിരിക്കുന്നത്, യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ നിവൃത്തിയായി എന്ന് ഇവിടെ പറഞ്ഞായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 9 യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ 44 ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 മണി നേരം വരെ തൊക്കെ അന്ധകാരമുണ്ടായി. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചിന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നുവെന്ന് നിലവിളിച്ചു പറഞ്ഞു. അങ്ങനെ കർത്താവ് നിലവിളിച്ചു, ഞാൻ എൻ്റെ ആത്മാവിനെ
തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നുവെന്ന് നിലവിളിച്ച് പറഞ്ഞിട്ട് യേശു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് നിവൃത്തിയായി എന്ന് പറഞ്ഞ് 7ാമത്തെ മൊഴിയും അവിടെ മൊഴിമാട്ടിടയാത്ത വന്നു. ഞാൻ എൻ്റെ ആത്മാവിനെ പിതാവെ, എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു. ആരുടെ കയ്യിലാണ് ആത്മാവിനെ ഏൽപ്പിക്കുന്നതെന്ന് വ്യക്തമായി ദൈവജനം പഠിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധന്മാരുടെ കയ്യിലല്ല ആത്മാവിനെ ഏൽപ്പിക്കേണ്ടത്. യേശുവിന്റെ അമ്മ മറിയയുടെ കയ്യിലല്ല ആത്മാവിനെ ഏൽപ്പിക്കേണ്ടത്. മരണസമയത്ത് അവരല്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. മരിച്ചശേഷം മറ്റാരുമല്ല പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരുമാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് ഇന്ന് പലരും ചെയ്യുന്നത്. യേശു കാണിച്ച മാതൃക നാം അനുവർത്തിച്ചു വരുന്നു. യേശു കാണിച്ച സ്നാനം നമ്മൾ സ്വീകരിച്ചു. യേശുവിൽ പകർന്ന അഭിഷേകം നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം നമ്മൾ പ്രാപിച്ചു. ക്രിസ്തു കാണിച്ച കൂട്ടായ്മ, അവൻ കാണിച്ച ഉപദേശം, അതെല്ലാം 7 അടിസ്ഥാന ഉപദേശം പ്രമാണിക്കുന്ന ദൈവസഭയ്ക്ക് അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെ കയ്യിലേക്ക് ആത്മാവിനെ ഏൽപ്പിക്കാത്തത്. പിതാവാം ദൈവത്തിന്റെ കയ്യിലേക്ക് പുത്രനാം ദൈവം തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവിടെ യേശുവിന്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ മറിയോട് യേശുവോട് പ്രാർത്ഥനയ്ക്കൊന്നും ആവശ്യപ്പെട്ടില്ല. നിന്നോട് എൻ്റെ മരണസമയത്ത് യാചിക്കണമെന്നൊന്നും യേശുവോടെ അഭ്യർത്ഥിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണസമയത്ത് മറ്റാരുമല്ല നമുക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ദൈവത്തോട് കർത്താവേ, നമ്മുടെ സമയം തീരുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ആ ഒരു ജീവിതത്തിന്റെ നിലവാരത്തിലേക്ക് നാം ഉയരണം. അങ്ങനെയല്ലേ കർത്താവ് കാണിച്ച മാതൃക? അവൻ എങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു തന്നു, എങ്ങനെയാണ് മരിക്കുന്നത് കാണിച്ചു തന്നു. അവൻ പിതാവേ, തൃക്കൈയിൽ എൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ചവൻ പ്രാണനെ വിട്ടു മരിച്ചു. അപ്പോൾ ഇവിടെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്, മരിക്കുന്ന സമയത്ത് വിശുദ്ധന്മാരുടെ മരണസമയത്ത് ഒരിക്കലും അവര് മാതാപിതാക്കളോടല്ല നിലവിളിക്കേണ്ടത്. മരിച്ചുപോയ മറ്റുള്ള വിശുദ്ധന്മാരോടല്ല, ജീവനോടല്ല പറയേണ്ടത്. നമ്മുടെ ആത്മാവിനെ ഫലമേൽപ്പിക്കേണ്ടത് സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലേക്കാണ്. പിതാവാം ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ് പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ അനേകരുടെ പ്രാർത്ഥനയിൽ അവര് ആവശ്യമില്ലാത്ത പലതും പറഞ്ഞു പോവുകയാണ്. ഒന്നാണ് നമുക്ക് ആവശ്യമാകേണ്ടത്. ഒരൊറ്റ കാര്യം മാത്രം മതി. നമ്മുടെ ആത്മാവിനെ പിതാവാം ദൈവത്തിന്റെ കരങ്ങളിലാണ് ഫലമേൽപ്പിക്കേണ്ടത്. നാം മരിക്കേണ്ടി വരുമ്പോൾ നാം ലോകം വിട്ടു പോകണം. പ്രിയപ്പെട്ടവരെ, അന്ന് കർത്താവിന്റെ കരങ്ങളിൽ, പിതാവാം ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ്, യേശുവിന്റെ കരങ്ങളിലേക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ പിതാവാം ദൈവത്തെയിലേക്ക് ഏൽപ്പിച്ച പോലെ തന്നെ സെഫാനോസ് മരിക്കുന്ന സമയത്ത് അവൻ യേശുവിന്റെ കരങ്ങളിലേക്കാണ് തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. അത് മാതൃകയാണ്. മറ്റാരുടെയും കയ്യിലേക്കല്ല ഏൽപ്പിച്ചു കൊടുത്തു. മരിച്ചുപോയ അല്ലെങ്കിൽ യേശു മാത്രമേ മരിച്ചടക്കപ്പെട്ട് ഉയർത്തിയ സ്വർഗത്തിലുള്ളൂ. അവിടെ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പം 7-ാം അധ്യായം, അപ്പോസ്തലരുടെ 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 59-ാം വാക്യം, കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കൽ അവർ അവനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവന്റെ അവസാനത്തിൽ അവന്റെ ആഹാരം തികച്ചു. വലിയൊരു പ്രസംഗം നടത്തി. ആ ഒറ്റ പ്രസംഗമായിരുന്നു അവന്റെ ആഹാരം. അത് അവൻ മുഖാന്തരം നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ, അത് പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ദാഹം ക്രിസ്തുവിനോട് ചേരുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലരുടെ 7-ാം അധ്യായത്തിന്റെ 59-ാം വാക്യം പറയുന്നത്, കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കൽ. അപ്പോൾ പിതാവാം ദൈവത്തിന്റെ കയ്യിലേക്ക് പുത്രനാം ദൈവം തന്റെ ആത്മാവിനെ ഫലമേൽപ്പിച്ചാണ് ലോകത്തിൽ നിന്ന് മരിച്ചെങ്കിൽ, സാക്ഷാൽ ദൈവമായിരിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് സ്തെഫാനോസ് ഇവിടെ മരിക്കുമ്പോൾ അവനെ വിരുദ്ധമായി നിന്നവർ, യേശു എന്ന നാമത്തിൽ വിരുദ്ധമായി നിന്നവർ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ, ശൗൽ ഉൾപ്പെടെയുള്ളവർ നിൽക്കുമ്പോൾ ഇവൻ വിളിച്ചു പറഞ്ഞത്, കർത്താവായി യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് അവൻ സ്തെഫാനോസ് വിളിച്ചപേക്ഷിച്ചു. അവനറിയാമായിരുന്നു സ്വർഗം തുറന്ന് അവന് വേണ്ടി അവൻ ദർശനം കണ്ടു. പിതാവിന്റെ വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന യേശുവിനെ അവൻ കാണുവാനിടയായി തീർന്നു. അപ്പോൾ അവൻ പറയുകയാണ്, അവന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പറയുമ്പോൾ അവിടെ സ്വർഗാസുഖത്തിലേക്കല്ല സ്തെഫാനോസിനെ കൊണ്ടുപോയത്. അപ്പോൾ യേശുവിന്റെ കരങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ എവിടെയാണോ വിശുദ്ധന്മാർ പ്രവേശിക്കപ്പെട്ടിരുന്നത്, അഥവാ പരദീസയുടെ 3-ാം സ്വർഗത്തിലേക്ക് അവന്റെ ആത്മാവിനെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു അവിടെ എഴുന്നേറ്റ് നിന്നത്. ഞാൻ പഠിപ്പിക്കുമ്പോൾ
അത് ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്. സഭയുടെ തികവ് പ്രാപിച്ച ഒന്നാമത്തെ വ്യക്തിയായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട സ്തെഫാനോസാണെന്ന് ഞാൻ പഠിപ്പിക്കാറുണ്ട്. കാരണം ആ സ്വർഗത്തിന്റെ ഒന്നാമത്തെ പരദീസയുടെ പരദീസയുടെ ഒന്നാം സ്വർഗത്തിന്റെ വാതിൽ യേശുവിനോട് ക്രൂശിക്കപ്പെട്ട വേണ്ടിയാണ് തുറക്കപ്പെട്ടതെങ്കിൽ പരദീസയുടെ മൂന്നാം സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടത് സ്തെഫാനോസിന് വേണ്ടിയാണ്. ഇവിടെ യേശുവിനോടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെ മരിക്കണമെന്ന് പോലുമുള്ള കാഴ്ചപ്പാട് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നാം എങ്ങനെ ജനിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം എന്നൊക്കെ വ്യക്തമായി വെളിപ്പെടുത്തുക. ആരുടെ കയ്യിലേക്ക് നമ്മൾ ആത്മാവിനെ ഏൽപ്പിക്കേണ്ടത്? മരിച്ചുപോയ മറിയയുടെ കയ്യിലേക്കല്ല, വിശുദ്ധന്മാരുടെ കയ്യിലേക്കല്ല ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. മരണസമയത്ത് അവരാരുമല്ല നമുക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ജീവനോടിരിക്കുമോ എന്ന് അപേക്ഷിച്ച് ജീവിച്ച് പ്രാർത്ഥിച്ചാൽ മരിക്കുന്ന സമയത്ത് കർത്താവിന്റെ കാര്യങ്ങളിൽ നമ്മുടെ ആത്മാവിനെ ഏൽപ്പിക്കാൻ കഴിയും. അതല്ലെങ്കിൽ സംശയമായിരിക്കും. മറ്റുള്ളവരെല്ലാം കൂടി കൂട്ടപ്രാർത്ഥന പ്രാർത്ഥിച്ചാലും മരിച്ച ശേഷം ആരെല്ലാം പ്രാർത്ഥിച്ചാലും പ്രിയപ്പെട്ടവരെ പ്രയോജനമില്ല. അതുകൊണ്ട് ജീവനോടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടവരോട് പ്രാർത്ഥിച്ച് അത് കാണേണ്ടവനെ കണ്ട് പിതാവാം പുത്രനാം പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ആ ആ ദൈവീയ സമത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദിവസങ്ങളിൽ ആത്മാവിൽ ജീവിച്ച് ആത്മാവിൽ നിദ്ര പ്രാപിക്കണം. അപ്പോൾ ആത്മാവിൽ നിദ്ര പ്രാപിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, യേശുവിന്റെ കരങ്ങളിലേക്ക്, പിതാവാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും. അതേ പുത്രനാം പരിശുദ്ധമാവ് ഭൂമിയിൽ നമുക്ക് വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 7 മൊഴികളിൽ അവസാനത്തെ മൊഴിയാണ് നിവൃത്തിയായ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിവൃത്തിയായ എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ 3 ഭാഗങ്ങളാണ് നിവൃത്തിയായ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ലോകസ്ഥാപനത്തെങ്കിൽ പ്രവൃത്തി തീർന്ന ശേഷമായി അപ്പോൾ 7-ാം ദിവസത്തെ ദൈവം ശുദ്ധീകരിച്ചതിനെ നിർത്തിയിരുന്നു. അവിടെ നിവൃത്തീകരിക്കപ്പെട്ടില്ല. പ്രവൃത്തിയെല്ലാം പൂർത്തീകരിച്ചു. എന്നാൽ മുഴുവനും പൂർത്തീകരിക്കപ്പെടാത്തതുകൊണ്ടാണ് 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ച് ശബത്തായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ നിവൃത്തിയായ എന്ന് യേശു പറയുമ്പോൾ 7-ാം ദിവസത്തിൽ അത് ആമേൻ, അത് സകലം നന്നായി എന്ന് പറയാതെ എന്ന് അവിടെ കൊണ്ട് തീർക്കാതെ സകലം നിവൃത്തിയായി പൂർത്തീകരിച്ചത് യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമാറ്റുന്ന സമയം നിവൃത്തിയായെന്ന് പറഞ്ഞപ്പോഴാണ് പൂർത്തീകരണമായത്. ശബത്തിന്റെ തലേ ദിവസം ഒരുക്ക നാളിൽ യേശു ക്രിസ്തു അത് മുഴുവൻ പൂർത്തീകരിച്ചു. എന്താണ് നിവൃത്തിയായത്? മനുഷ്യവംശത്തിന്റെ പാപത്തിന് പരിഹാരത്തിനായുള്ള യാഗം ക്രിസ്തു മുഖാന്തരം നിവൃത്തിയായി എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അന്ന് 2000 വർഷം മുമ്പ് നിവൃത്തിയായത്. ഇനി മനുഷ്യപാവങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല. മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു യാഗമോ ഒരു ക്രിയകളോ ചെയ്യേണ്ട. കർത്താവായ യേശു വിശ്വസിച്ച് ദിവസം അവന് പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ മതി. അപ്പൊ അത് നിവൃത്തിയായി എന്നവിടെ പറയുമ്പോൾ വീണ്ടും നമുക്ക് നിവൃത്തിയായെന്ന് കാണാൻ സാധിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 17-ാം വാക്യത്തിലും 21-ാം അധ്യായം 6-ാം വാക്യത്തിലും നിവൃത്തിയിരിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ നിവൃത്തിയിരിക്കപ്പെടാതിരുന്നതിന്റെ പ്രാരംഭ പൂർത്തീകരണം പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം നിവൃത്തിയിരിക്കപ്പെടുവാടെ തീർന്നു. ഇനി കഥ 2-ാമത്തെ വരവിന് മുമ്പായി 16-ാം അധ്യായത്തിൽ 7-ാമത്തെ കലശം ഒഴിക്കുമ്പോൾ നിവൃത്തിയായി എന്ന് പറയും. ദൈവത്തിന്റെ കോപവും ക്രോധവും അത് മുഴുവൻ ഒഴിച്ചു കഴിയുമ്പോൾ നിവൃത്തിയായി എന്ന് പറയും. 21-ാം അധ്യായം 6-ാം വാക്യത്തില് പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുന്നതോടുകൂടി നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നാൽ നിവൃത്തിയായി എന്ന് വേദവസ്തുവിൽ പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിന്റെ ഏറ്റവും കാതലായ വിഷയം അത് മനുഷ്യവംശത്തിന് പാപത്തിന് വേണ്ടി യേശു യാഗമായി തീർന്നു. അവനെ പിതാവാൻ ദൈവം നിയോഗിച്ചയച്ച ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആത്മാവിനെ സ്വന്തതോളിൽ തലചായ്ച്ചുകൊണ്ട് അവന്റെ പ്രാണനെ, ആത്മാവിനെ പിതാവിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ ആത്മാവ് മാത്രമേ സ്വർഗത്തിലേക്ക് പോയിട്ടുള്ളൂ. ഇതുവരെയും ഒരു വ്യക്തിയുടെ ആത്മാവും സ്വർഗത്തിലേക്ക് പോയിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തു അവിടുന്ന് വന്ന സാക്ഷാൽ ദൈവമായതുകൊണ്ട് അവൻ മനുഷ്യവേഷത്തിൽ വന്നു, മനുഷ്യത്തിൽ വന്നു, മനുഷ്യനായി ശരീരത്തിൽ മനുഷ്യന്റെ ഭാവങ്ങളെല്ലാം ശരീരത്തിൽ വഹിച്ച് അവന്റെ ആഗ്രഹം നിവൃത്തീകരിച്ച് അവൻ ക്രൂശിൽ മരിച്ച് ദാഹിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് പിതാവൻ ദൈവത്തോട് ചേരുവാനിടെ നിവൃത്തീകരിക്കപ്പെട്ടു. അവൻ മുഖാന്തരമായി കർത്താവിന്റെ 2-ാം വരവിന് മുമ്പായി നടക്കേണ്ട കാര്യങ്ങൾ നിവൃത്തീകരിക്കപ്പെടും. 1000 ആണ്ട് ശേഷമായി ക്രിസ്തു മുഖാന്തരം നിവൃത്തീകരിക്കപ്പെടേണ്ട കാര്യങ്ങൾ നിവൃത്തീകരിക്കപ്പെടും. അത് ഈ ദിവസങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുന്ന പ്രക്രിയയിലാണല്ലോ. കഴിഞ്ഞ 2000 വർഷമായി ആ ഒരു കാര്യം നിവൃത്തീകരിച്ചിട്ട് ദൈവത്തിന്റെ പ്രവർത്തീകരണം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അവനോട് ചേരുവാനുള്ള മണവാട്ടി ചേർക്കാനുള്ള എണ്ണം തികയപ്പെട്ടു കഴിയുമ്പോൾ യേശു മധ്യാകാശത്ത് വരും. അതിനുശേഷമായി ഇവിടെ സംഭവിക്കേണ്ട സംഭവങ്ങളെല്ലാം സംഭവിച്ച് 2ാമത് വരും. അതിനാണ് നിവൃത്തിയായെന്ന് പറഞ്ഞ ശേഷമായിട്ട് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് സാധാരണയെല്ലാം നീക്കിയ ശേഷമായി കണ്ണുനീരില്ലാത്ത, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത പൊതുവാന ഭൂമി കർത്താവ് സ്ഥാപിതമാക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം സമ്പൂർണ്ണമാക്കപ്പെടും. അതിനായി ഓരോ പ്രവൃത്തികൾ അതിന്റെ സമയത്ത് ചെയ്തതിനെ കുറിച്ചാണ്
ഈ സുവിശേഷത്തിലൂടെ ലേഖനത്തിലൂടെ വെളിപ്പാടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ദൈവം എത്ര കൃത്യമായിട്ടാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് അറിയാമോ? ഇതിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ വളരെ എളുപ്പമായി കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാൻ കഴിയും. എല്ലാ കണ്ണുകളും ദൈവം അറിയപ്പെട്ടാട്ട് നമ്മുടെ ആഗ്രഹം എന്താണ്, നമ്മുടെ ആഹാരം എന്താണ്, നമ്മുടെ ദാഹം എന്താണ്. ഇതിനകത്ത് ദൈവം നമ്മൾ സംസാരിച്ചല്ലോ. അത് നമുക്കൊരു പുതിയൊരു ആഗ്രഹം ഉണ്ടാകണം. അത് നമ്മുടെ ആഹാരം അതായിരിക്കണം. എൻ്റെ യേശുവിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഉറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ, ഞാൻ ജീവിക്കുമ്പോൾ കർത്താവിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. അതെന്റെ ആഹാരം, എൻ്റെ ആത്മീയാഹാരമാണ്. എനിക്ക് പ്രവൃത്തി തികച്ച് എൻ്റെ കർത്താവിനോട് ചേർക്കപ്പെടണം. എനിക്ക് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെയും യേശുവിനോട് ചേർക്കപ്പെടണമേ എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ദാഹത്തോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മുടെ മാനിക്കുന്നതിനായി, ആദരിക്കുന്നതിനായി, കർത്താവ് നമ്മളെ കരുതുന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുന്നത് വെച്ചാൽ വരുന്ന ദിവസം തുറന്നുള്ള ഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. അവൻ തന്റെ പ്രവൃത്തിയെ തികച്ച് യേശു നിവൃത്തിയായെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് തലചായ്ച്ച്, സ്വന്തം തോളിൽ തലചായ്ച്ച് അവൻ പ്രാണനെ വെടിഞ്ഞു. ദിവസങ്ങളിൽ 19-ാം അധ്യായത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ പൂർത്തീകരണമാണ് നമ്മളിവിടെ പൂർത്തീകരിക്കുന്നത്. എന്ന് വെച്ചാൽ തുറന്നുള്ള ഭാഗങ്ങൾ നാം ചിന്തിക്കുന്നതായിരിക്കും. കഥ നമുക്ക് എത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. എല്ലാ കാര്യങ്ങളും ദൈവസേനയിൽ ഉയർത്തപ്പെട്ടാട്ട്. ദൈവസേനയിൽ പറഞ്ഞ കർത്താവെ, ഞങ്ങൾക്ക് പലപ്പോഴും യഥാർത്ഥമായിട്ട് ആത്മീയ കാഴ്ചപ്പാട് ഇല്ലാത്തവരാണ്. കർത്താവെ, ഞങ്ങൾ ഭൗതികമായ വിഷയങ്ങളുമേൽ ഞെരുങ്ങിപ്പോകുന്നവരാണ്. ദിവസങ്ങൾ ഞെരുക്കമെല്ലാം മാറി കർത്താവ് വേണ്ടി ഒരുക്കപ്പെടുവാനുള്ള വലിയ പ്രത്യാശയായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആഹാരം നിലവേറെ തികയ്ക്കുവാനായിട്ടാണ്. ഏതെങ്കിലും വിധത്തിൽ കർത്താവ് ദിവസങ്ങളിൽ അങ്ങയുടെ ആ കൃപയിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം നാളെ ഇപ്പം യോഹന്നാന്റെ 19-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ, യേശുവിന്റെ മരണത്തിന് ശേഷമുള്ള എങ്ങനെയാണ് അവനെ ശവമടക്കിയതിനെ കുറിച്ചുള്ള, സംസ്കാരത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. ക്രിസ്തു അവസാനമായി പറഞ്ഞത് നിവൃത്തിയായെന്നാണ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. തീർന്നു. തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു. ആ പൂർത്തീകരണമാണ് നമ്മുടെ ആരംഭമായി തീർന്നത്. ക്രിസ്തു നമ്മൾ തുടങ്ങിയ നല്ല പ്രവൃത്തി നാളോളം തികയ്ക്കും. നാം ഒരുമിച്ച് പറയും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനോട് ചേരുന്ന ഒരു സുദിനമുണ്ടാകും. മധ്യാകാശ വരവെങ്കിൽ ഇവിടുന്ന് കരഘോഷത്തോടുകൂടി, അത് സന്തോഷത്തോടുകൂടി ആർത്തുല്ലസിച്ചുകൊണ്ട് മറ്റാരും കാണാതെ ദൈവസഭ എടുക്കപ്പെടും. അന്ന് നമുക്ക് പറയാൻ സാധിക്കും, അതെ, എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം അവനോട് ചേരുന്നതോട് നിവൃത്തിയാകുക. അത് അവനോടുകൂടി ചേരുവാനുള്ള വലിയ വാഞ്ചയോടെ ആയിരിക്കാം. അതാകം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകട്ടെ. നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ്, എന്റെ യേശുവെ, അങ്ങയോട് ചേരുവാൻ, എനിക്ക് ജീവൻ തന്ന യേശുവോട് ചേരുവാൻ എന്റെ ആത്മാവ് കാക്ഷിക്കുന്നുവെന്ന് നമുക്ക് എപ്പോഴും പറയാം. വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.